يعلمون. قال الله عز وجل: كلكم من آدم وآدم من التراب لا فضل لعربي على عجمي إلا بتقوى الله. قال رسول الله: أما والله لو علم الأنام لما خلقوا لما غفلوا وناموا لقد خلقوا لما لو أبصرته عيون قلوبهم ساهوا وهاموا. ومات ثم قبر ثم حشر وتوبيخ وأهوال عظام. ليوم الحشر قد عملت رجال وصلوا من مخافته وصاموا. ونحن إذا أمرنا أو نهينا كاهل الكهف أيقاظ النيام. ഉമ്മത്ത സയ്യിദിന മുഹമ്മദ്. ബഹുമാനമുള്ള സാദാത്തുക്കളെ, മാടവൻ ഉസ്താദ്, മറ്റു ഉസ്താദുമാര്, പണ്ഡിതന്മാര്, മുതഅല്ലിമീങ്ങള്, കാരണവന്മാര്, സഹോദരന്മാര്, സഹോദരികൾ, മഹാനായ ഹംസ മുസ്ലിയാരുടെ ആണ്ടു നേർച്ചയുടെ അവസാനത്തെ ദിനമായ ഇന്ന് മഹാന്മാരായ ഉസ്താദുമാര് അവരെ സംബന്ധിച്ചും നേർച്ച കൊണ്ട് നാം ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും നല്ലപോലെ നമുക്ക് പറഞ്ഞു തന്നു. ബഹുമാനപ്പെട്ട ബായാർത്തങ്ങളാപ്പ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ സ്റ്റേജിലേക്ക് വരികയും ചെയ്യും. ബഹുമാനപ്പെട്ട മാടവൻ ഉസ്താദിന്റെ പ്രസംഗം ഞാൻ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് വല്ലാതെ കേട്ട ആളാ ഞാൻ. ഇച്ചമസ്താന്റെയും ഗുണിഗുടി മസ്താന്റെ ഒക്കെ പാട്ടുകൾ ഞാൻ പഠിച്ചത് യഥാർത്ഥത്തിൽ എനിക്ക് കുറച്ചൊക്കെ അറിയും. അത് 90% മാടവൻ ഉസ്താദിന്റെ കേസറ്റിൽ നിന്ന് പഠിച്ചതാണ്. എന്നെ വല്ലാതെ ആകർഷിപ്പിച്ച പ്രസംഗമാണ് ഉസ്താദിന്റെ പ്രസംഗം. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. മുഖ്യ പ്രഭാഷകൻ അത് ഒരു പേര് മാത്രമാണ്. ആരോഗ്യപരമായിട്ടും എല്ലാ നിലക്കും ഞാൻ അനർഹനാണ്. പിന്നെ നമ്മുടെ പ്രവർത്തകരുടെ നിർബന്ധം കൊണ്ട് ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദിനോടുള്ള അവിടുത്തെ ബർക്കത്തും ആഗ്രഹിച്ച്, രോഗങ്ങൾ അതുകൊണ്ട് ശിഫയുണ്ടാകുമെന്ന് ആഗ്രഹിച്ച് മാത്രമേ വന്നതും എഴുന്നേറ്റ് നിന്നതുമാണ്. അള്ളാഹു ഓരൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കട്ടെ. ഉസ്താദിന്റെ പ്രസംഗം നീണ്ടു നിൽക്കുന്നത് എനിക്ക് താല്പര്യമായിരുന്നു. കുറെ നമുക്ക് ചിന്തിക്കാൻ പറ്റിയ കാര്യങ്ങൾ ചുരുങ്ങിയ ടൈം കൊണ്ട് ഉസ്താദ് പറഞ്ഞു. സൂഫിയാക്കളുടെ റൂട്ടിലുള്ള ഖുർആൻ തഫ്സീറുകളും ഒക്കെ ഇങ്ങനെ കേട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മുതഅല്ലിമീങ്ങളായ എന്നെ പോലുള്ള ആളുകൾക്ക് വളരെ സന്തോഷമാണ്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർ വിലായത്തിലേക്ക് എത്തിയത്, അവർ ആ സ്റ്റേജിലേക്ക് എത്തിയത്, അള്ളാഹു പറയുന്നു, ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, തഖ്വ ഉള്ളവര് മാത്രമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. തഖ്വയിലൂടെ മാത്രമേ അള്ളാഹുലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഈ ആയത്തിന് പല രൂപത്തിലുള്ള തഫ്സീറുകളും ഉണ്ട്. തഖ്വയുടെ ഇനങ്ങൾ പറയുമ്പോഴാണ് ഈ ആയത്തിന്റെ തഫ്സീറിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ.
തഖ്വ അത് എല്ലാ ആഴ്ചയിലും ഖുതുബയിൽ നമ്മോട് വസിയത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് തഖ്വ. തഖ്വ ഖുതുബയുടെ ഫർളാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യാതെ ഒരിക്കലും ഖുതുബ സഹീഹാവുകയില്ല. ഊസീകും ഇബാദല്ലാഹി ബിത്തഖ്വ, നമ്മൾ എല്ലാ ആഴ്ചയും കേൾക്കുന്നതാണ്. അല്ലാഹുവിന്റെ എല്ലാ ഉമ്മത്തിനോടുമുള്ള വസിയത്താണ് തഖ്വ. ഇത് മാത്രമാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളെ വിലായത്തിലേക്ക്, അവരുടെ സ്റ്റേജിലേക്ക് എത്തിച്ചതെന്ന്, അത് മാത്രമാണ് എത്തിച്ചതെന്ന് അല്ലാഹു തആല പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഈമാനുള്ള ജനങ്ങളെ നിങ്ങൾ തഖ്വയുള്ളവരാകണം. വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളത്തേക്ക് വേണ്ടി എന്ത് തയ്യാർ ചെയ്തു എന്ന് ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളട്ടെ. തഖ്വ അത് വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അതിന് പല സ്റ്റേജുകളുമുണ്ട്. 4 or 5 സ്റ്റേജുകൾ തഖ്വക്ക് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ പറയുന്നുണ്ട്. ഒന്നാമതായി ഷിർക്കിനെ തൊട്ടുള്ള തഖ്വ. തഖ്വയുടെ ഭാഷാർത്ഥം സൂക്ഷിക്കുക എന്നാണ്. ഷിർക്ക് ചെയ്യാതിരിക്കുക, അത് എല്ലാ മുസ്ലിമീങ്ങൾക്കും കിട്ടിയ അനുഗ്രഹമാണ്. ബഹുദൈവ വിശ്വാസം, ഇന്ന ശിർക്കല മുൽമുൻ അളീം, ബഹുദൈവ വിശ്വാസം ഏറ്റവും വലിയ പാതകമാണ്, കുറ്റമാണ്. അതൊരിക്കലും അല്ലാഹു തആല പൊറുക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിനോട് പങ്കു ചേർക്കുക, ശിർക്ക് വെക്കുക, അല്ലാഹു അല്ലാത്തവന് സ്വയം ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുക, ഇതാണ് ശിർക്ക്. അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒന്നിന് സ്വന്തം കഴിവുണ്ടെന്ന് വിശ്വസിക്കുക. ഈ വിശ്വാസമുണ്ടായാൽ മുശ്രിക്കായി പോയി, ഇസ്ലാം എന്ന് പുറത്തുപോയി. അതുണ്ടായാൽ ഏത് കുറ്റവും അല്ലാഹു തആല തൗബ ചെയ്യാതെ മരിച്ചാൽ തന്നെ പൊറുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അല്ലാഹു പൊറുക്കാത്ത പാതകം, മരിച്ചതിന് ശേഷം പൊറുക്കാത്ത പാതകമുണ്ടെങ്കിൽ അത് ശിർക്ക് മാത്രമാണ്. മുശ്രിക്കിന് സ്വർഗമില്ല. ഒരു കാലത്തും സ്വർഗത്തിൽ മുശ്രിക്ക് കടക്കുകയില്ല. ഒന്നിനും സ്വന്തം കഴിവുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. നേരെ വെച്ചാൽ ഉസ്താദിന് കാറ്റ് പ്രശ്നം, എനിക്ക് കാറ്റ് ഇല്ലെങ്കിൽ പ്രശ്നം. ഒരു സാധനത്തിനും സ്വയം കഴിവുണ്ടായ എന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താ. സ്വയം കഴിവില്ല എന്ന് വിശ്വസിച്ചാൽ ഒരിക്കലും ശിർക്ക് വരികയില്ല. തീ അത് കരിക്കുകയില്ല, വെള്ളം അത് ദാഹം തീർക്കുകയില്ല, ഭക്ഷണം അത് വിശപ്പടക്കുകയില്ല, കത്തി അത് മുറിക്കുകയില്ല. ഇങ്ങനെ ഒരു സാധനത്തിനും സ്വയം കഴിവില്ല. വഅന്നൽ ഖുവത ലില്ലാഹി ജമീഅ, എല്ലാ കഴിവും മുഴുവനും അല്ലാഹുവിന് മാത്രമാണ്. ഒരു അനങ്ങുന്ന സാധനം അനങ്ങുന്നതും ഒരുള്ള സാധനം ഉള്ളതായിരിക്കുന്നതും അല്ലാഹുവിനെ കൊണ്ട് മാത്രമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഒന്നിനും ഒരു കഴിവില്ല. ഇത് മുസ്ലിമിന്റെ വിശ്വാസമാണ്. ഒന്നിനൊരു കഴിവില്ല. തീയിന് കരിക്കാൻ കഴിവില്ല. മറിച്ച് തീയിനെ തൊടുമ്പോൾ അതിന് നിയമമൊത്ത രൂപത്തിലാണെങ്കിൽ അവിടെ കരിക്കൽ പടക്കുക അല്ലാഹുവിന്റെ പതിവാണ് എന്നല്ലാതെ തീയിന് കരിക്കാൻ കഴിവില്ല. ഇത് തന്നെയാണ് വെള്ളത്തിന്റെ സ്വഭാവം, അതിന് ദാഹം തീർക്കാൻ കഴിവില്ല. ഈ കഴിവ് വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കായി പോകും. കഴിവ് അല്ലാഹു അല്ലാത്ത ഒന്നിനും ഒരു കഴിവുമില്ല. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദുമാരിൽപ്പെട്ട ബഹുമാനപ്പെട്ട കുറ്റൂരി കമ്മുണ്ണി മുസ്ലിയാർ, അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. മഹാനവറുകൾ
ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഉമ്മുൽ ബറാഹീൻ എന്ന കിതാബ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, തലക്കടുത്തൂര് പള്ളിയിൽ നിന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തീയിന് കഴിവില്ല, വെള്ളത്തിന് ദാഹം തീർക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന ഒരു മുത്തഅല്ലിം ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, ഇന്ന് വരെ തീയിൽ എന്ത് തട്ടിയോ കരിഞ്ഞേ ഞങ്ങൾക്ക് അനുഭവമുള്ളൂ. തീയിന് കഴിവില്ല എന്ന് ഉസ്താദ് പറയുന്നുണ്ട്, കിതാബിലും പറയുന്നുണ്ട്, ശരി തന്നെ. പക്ഷെ അനുഭവം തീ തട്ടിയോടത്തോളം കരിഞ്ഞ അനുഭവമേ ഉള്ളൂ എന്ന് ബഹുമാനപ്പെട്ട കുറ്റൂര് കമ്മുണ്ണി മുസ്ലിയാരോട് പറഞ്ഞപ്പോൾ, വലിയ കറാമത്തുള്ള വലിയ മഹാനായ ഹർവിയായ ആലിമായ കുറ്റൂര് കമ്മുണ്ണി മുസ്ലിയാർ തന്റെ അവിടുത്തെ അരികിലുണ്ടായിരുന്ന വിളക്ക്, അതിന്റെ കുപ്പി അങ്ങെടുത്ത് വെച്ചിട്ട് അതിന്റെ തിരി വല്ലാതെ നീട്ടിയിട്ട് പന്തം കത്തുന്ന പോലെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ആ തീയിലേക്ക് അവിടുത്തെ കൈ വെച്ചു കൊടുക്കുന്നു. കുറെ ടൈം ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് അവിടുന്ന് കൈയെടുക്കുമ്പോൾ കരി പിടിച്ചിരിക്കുന്നു. മറ്റേ കൈ കൊണ്ടിങ്ങനെ കരി തുടച്ചിട്ട് പറയുന്നു, എന്തേ തീയിന് കരിച്ചുകൂടായിരുന്നോ? മോനെ, തീയിന് കരിക്കാൻ കഴിവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോൾ മാത്രമേ ഏത് സാധനവും എന്തും ചെയ്യുകയുള്ളൂ. എന്തിനും ചെയ്യാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ട് വേണം. വല്ലാതെ സൂക്ഷിക്കണം. ഈ വിശ്വാസമാണ് ഈമാൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ വിശ്വാസമാണ്. ഒന്നിനും ഒരു കഴിവുമില്ല. മുസ്ലിമായ മനുഷ്യൻ, പ്രത്യേകിച്ച് സുന്നികളായ ആളുകൾ ഈ വിശ്വാസമുള്ളവരാവണം. ഒന്നിനും ഒരു കഴിവില്ല എന്ന് വിശ്വസിക്കണം. റബ്ബിന്റെ കഴിവ് മാത്രമാണ് ലോകത്ത് നടക്കുന്നത്. ഈ വിശ്വാസത്തോടുകൂടെ നാം ഒന്നിനെ വിളിച്ചാൽ ഒരു വിഷയം ചെയ്യുന്നത് അല്ലാഹു ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരെ വിളിച്ചാലും ശിർക്ക് വരികയില്ല. എന്നാൽ ബിദ്അത്തുകാരൊക്കെ വിശ്വസിക്കുന്നത് മനുഷ്യന് സാധാരണയിൽ കഴിവ് എന്നൊരു പരിധിയിൽ മനുഷ്യന് സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. സഹോദരന്മാരത് ശിർക്കിലേക്ക് വഴിയൊരുക്കുന്നതാണ്. അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒന്നിലേക്ക് കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കാവുന്നതാണ്. ഈമാൻ തെറ്റിപ്പോകുന്നത് വളരെ സൂക്ഷിക്കണം. ഏറ്റവും വലിയ തഖ്വ ഈമാനാണ്. ഏറ്റവും വലിയ തഖ്വ ശിർക്കിനെ തൊട്ട് സൂക്ഷിക്കലാണ്. ഈമാനാണ് ഏറ്റവും വലിയ തഖ്വ. വല്ലാതെ സൂക്ഷിക്കണം. മുസ്ലിമീങ്ങളിൽ അതാ ഹൈന്ദവ വിശ്വാസങ്ങളും ആചാരങ്ങളും കുടിയേറിയ കാലമാണിത്. മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങളുടെ പ്രവർത്തനങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. അമ്പലങ്ങളിൽ പോകാൻ പറ്റൂല. അതുപോലെ തന്നെ അവരുടെ ആരാധനകൾ നമുക്ക് ചെയ്യാൻ പറ്റൂല. അതൊരു മതത്തിന്റെ കാര്യമായത് മാത്രമല്ല വിഷയം. ഇസ്ലാമിൽ ശിർക്കായ കാര്യങ്ങൾ ഇസ്ലാമിന്റെ കടകവിരുദ്ധമാണ്. ശിർക്ക് എന്ന് പറയുന്നത് അമ്പലങ്ങളിൽ പോവുക, അവരുടെ ആചാരങ്ങൾ ചെയ്യുക ഒരിക്കലും തന്നെ പാടില്ല. അത് വർഗീയത ഉണ്ടാക്കുന്ന ഒരു കാര്യമായതിന്റെ പുറമെ നമ്മുടെ വിശ്വാസം തകരാറായി പോകുന്ന കാര്യമാണത്. ദേവതകൾക്ക് നേർച്ചയാക്കുക, സോക്കട് വന്നാൽ അമ്പലത്തിലേക്ക് നേർച്ചയാക്കുക, അതുപോലെ തന്നെ തേങ്ങാ പൈസയൊക്കെ ഊരിഞ്ഞു വെക്കുക, അതുപോലെ തന്നെ അവരുടെ മാലകളും അവരുടെ അമ്പലങ്ങളിൽ ജപിച്ചു തന്നതായ നൂലുകളൊക്കെ ശരീരത്തിൽ കെട്ടുക, മുശ്രിക്കായി പോകുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ അതാ ഒരാളെ കയ്യിൽ നിങ്ങളുടെ അമ്പലത്തിൽ നിന്ന് കിട്ടിയതായ ഒരു ചരട് കണ്ടപ്പോൾ നിങ്ങളുടെ കയ്യിൽ ശിർക്ക് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞത് പൊട്ടിച്ചെറിഞ്ഞത് ഹദീസിൽ കാണാം. തൂണുകളിടുക, അതുപോലുള്ള ആ തുണികള് അവരുടെ ശുദ്രമാലകൾ ധരിക്കുക, അതുപോലെ സ്വാമിമാരുടെ തുണികൾ ഉടുക്കുക, അതുപോലുള്ള അടയാളങ്ങൾ മുസ്ലിമീങ്ങൾ ഒരിക്കലും തന്നെ ചെയ്യാൻ പാടില്ല. ഹൈന്ദവ വിശ്വാസങ്ങൾ, അങ്ങനെയുള്ള ആചാരങ്ങൾ, ഓണ സദ്യകൾ, ഇതുപോലൊന്നും മുസ്ലിമീങ്ങൾ ചെയ്യാൻ പാടില്ല. അതൊക്കെ ന്യായീകരിക്കുന്ന കാലമായി പോയി. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മുസ്ലിമീങ്ങൾക്ക് ഈമാനിനപ്പുറം വലിയൊരു സമ്പത്തില്ല. മുഅ്മിനീങ്ങളെ വല്ലാതെ സൂക്ഷിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഈമാൻ എന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണോ നമ്മൾ ചിന്തിക്കണം. ഒരു അമുസ്ലിമായ സഹോദരനെ നമ്മളെ കൊണ്ട് കഴിയുന്നത്ര നമ്മൾ സഹായിക്കണം. അവരിൽ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസം തീർത്തു കൊടുക്കണം. അവിടെ കുട്ടികളുടെ കല്യാണങ്ങളുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കണം. അതുപോലെ രോഗങ്ങൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കാരുണ്യ പ്രവർത്തനത്തിൽ മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസം നമുക്ക് പാടില്ല. അത് മറ്റൊരു കാര്യമാണ്. ഇസ്ലാം വല്ലാതെ ആ കാര്യത്തിന് പ്രചോദനം നൽകിയതാണ്. ഇത്തഖി ദഅവത്തൽ മഗ്ലൂം വലൗ കാന കാഫിറാ. ആരെയും നീ ആക്രമിക്കരുത്.
ആക്രമിക്കപ്പെട്ട മർദിതന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് കേട്ടോ. അതൊരു അമുസ്ലിം സഹോദരനായിരുന്നാലും അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിപ്പോകും. ഒരിക്കലും തന്നെ ആക്രമിക്കാൻ പാടില്ല, അവരെ ദേവന്മാരെന്തും ചെയ്യാൻ പാടില്ല, അവരെ ആരാധനാലയങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ അവരുടെ ആരാധനകൾ നാം തുടരാൻ പാടില്ല, അങ്ങോട്ട് നേർച്ചയാക്കാൻ പാടില്ല. ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ്, നാം വളരെ സൂക്ഷിക്കണം. അതൊരിക്കലും തന്നെ മത ഐക്യങ്ങളാണെന്നും അതുപോലെ തന്നെ തമ്മിൽ വെറുപ്പില്ലാതിരിക്കാൻ കാരണമാകുമെന്നൊക്കെയുള്ള കണ്ടുപിടുത്തം ഒരിക്കലും ഇസ്ലാമിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആശയമേ. പൂവിടുക, ഓണപ്പൂക്കൾ, അതുപോലെ തന്നെ അത്തക്കളം, ഇതൊക്കെ നമ്മളെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മക്കളെ കൊണ്ടുപോകലാണ്. ബഹുദൈവ വിശ്വാസത്തിലേക്കും അനാചാരങ്ങളിലേക്കും മക്കളെ കൊണ്ടുപോകലാണ്. വളരെ സൂക്ഷിക്കണം നമ്മൾ. ഇസ്ലാം എന്ന് പുറത്തുപോയാൽ പുറത്തുപോകുന്ന പ്രവർത്തനങ്ങൾ എത്രയാണ് നമ്മുടെ നാടുകളിലുള്ളത്. പുറത്തുപോയാൽ ആഖിറം പാടെ നഷ്ടപ്പെട്ടു പോയി. ഈ ലോകത്ത് തന്നെ ഭാര്യയുമായുള്ള ബന്ധം മുറിഞ്ഞു, ഭർത്താവുമായുള്ള ബന്ധം മുറിഞ്ഞു, പിന്നെ അവരുടെ ബന്ധങ്ങൾ വ്യഭിചാരമാണ്. അതിലുള്ള സന്താനങ്ങൾ, മക്കള് അതാ ഒരിക്കലും പിന്നെ അവരുടെ മക്കളല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന പ്രവർത്തനങ്ങൾ നമ്മളെ കയ്യിലുണ്ടോ? അവിടെയൊക്കെ തലയോടിക്കൊണ്ട് മറ്റും ഉപയോഗിക്കാനും വരുമ്പോൾ അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അന്ധവിശ്വാസങ്ങൾ വല്ലാതെ മുസ്ലിമീങ്ങളിൽ വന്നുകൂടിയൊരു കാലമാണ് അന്ധവിശ്വാസം. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ വിശ്വസിക്കുന്നത്. ഒരു മെൻസസ് ഉള്ള പെണ്ണ്, ഓളെ ആദ്യമായിട്ട് ഓൾക്ക് മെൻസസ് ഉണ്ടായാൽ, ഹൈലുണ്ടായാൽ കുളിച്ചിറങ്ങുമ്പോൾ ആരെയും കാണാൻ പാടില്ല, അവരുടെ ആങ്ങളമാര് അവിടെ വന്ന് നിൽക്കണം അത്രേ. ഇസ്ലാമിൽ അങ്ങനെ ഒരു ആശയമേ ഇല്ല. ഈ ഏരിയകളിലൊക്കെ അങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഇവിടെ പറഞ്ഞ നിങ്ങളെ ഈ ചളിങ്ങാട് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഈ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കേട്ടു. ഉണ്ടോ അങ്ങനെ ഉണ്ട്? ഇവിടെ ഇല്ല. നിങ്ങൾ നന്നാക്കുകയാണോ നാട്? അതൊരിക്കലുമില്ല. അതുപോലെ തന്നെ മന്ത്രവാദികളുടെ അരികിലേക്ക് പോവുക. ഇസ്ലാമിൽ മന്ത്രമുണ്ട്, ഇസ്ലാമിൽ നല്ലപോലെ മന്ത്രമുണ്ട്. മുത്തുനബി മന്ത്രിച്ചിട്ടുണ്ട്. ഫാത്തിഹ ഓതി വിഷമിറക്കിയ സംഭവം കാണാം. 30 ആടുകൾ ആ സ്വഹാബികൾക്ക് കൊടുത്തത് കാണാം, അത് സ്വീകരിച്ചത് കാണാം. ബുഖാരിയിലും മുസ്ലിമിലും തുർമുദിയിലും അബൂദാവൂദിലും നസായിയിലും ഇബ്നു മാജയിലും ഇഷ്ടംപോലെ 11 ഹദീസിലെ കിതാബിൽ അത് കാണാൻ കഴിയും. അത് ഫാത്തിഹ ഓതി മന്ത്രിച്ചു, അങ്ങനെ 30 ആട് കൊടുത്തു, അത് കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എനിക്കും അത് വേണമെന്ന് ഹദീസിൽ കാണാം. അത് ഇസ്ലാമിൽ മന്ത്രമുണ്ട്. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ദിക്റുകളെ കൊണ്ടും മന്ത്രമുണ്ട്. അത് വേറെ കാര്യം. പക്ഷേ മന്നത്താ കാഹിനൻ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്. ഒരാളൊരു ജ്യോത്സ്യന്റെ അരികിൽ പോയാൽ, ഒരു കണക്കന്റെ അരികിൽ പോയാൽ, അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന എന്നിൽ ഇറക്കപ്പെട്ട ഖുർആനിൽ അവൻ കാഫിറായി പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാം. സൂക്ഷിക്കണം മുഅ്മിനീങ്ങളെ, നമ്മുടെ വിശ്വാസം തകരാറായി പോകുന്നത് കർമ്മങ്ങൾ കുറെ ഉണ്ടായതുകൊണ്ടായില്ല. തഖ്വയുടെ മെയിൻ ഭാഗം അത്തഖ്വാ ഹാഹുനാ, തഖ്വയാണല്ലോ ഔലിയാക്കളാക്കിയത്. തഖ്വയുടെ മെയിൻ ഭാഗം ഹൃദയമാണ് വിശ്വാസത്തിന്റെ ഏരിയ. ഹൃദയത്തിൽ വിശ്വാസത്തിന് തകരാറുണ്ടെങ്കിൽ നിന്റെ പ്രവർത്തനം എന്തായതുകൊണ്ടും കാര്യമില്ല. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു, മോനെ നീ 40ഓളം വർഷം സുജൂദിൽ കിടന്നാലും അഖീദത്തുക നിന്റെ വിശ്വാസത്തിന് തകരാറുണ്ടെങ്കിൽ ലകാനത്ത് ഇബാദാത്തുക ഹബാഅൻ മൻസൂറാ, നിന്റെ ഇബാദത്ത് വിതറപ്പെട്ട ധൂളികളാണ്. നിന്റെ നിസ്കാരത്തിന് സ്ഥാനമില്ല, നിന്റെ നോമ്പിന് സ്ഥാനമില്ല, നിന്റെ ഹജ്ജിന് സ്ഥാനമില്ല. വിശ്വാസത്തിന് തകരാറുണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലിരിക്കുന്നു, അല്ലാഹു ഭൂമിയിൽ, അല്ലാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഇതുപോലുള്ള വിശ്വാസങ്ങൾ, അതുപോലെ കുറെ അബദ്ധമായ വിശ്വാസങ്ങളാണ് വഖാബി ജമാഅത്ത് തബ്ലീഗ് പോലുള്ളവർക്കുള്ളത്. അത്തരം വിശ്വാസങ്ങൾ ഉണ്ടായാൽ അതാ ഈമാൻ നശിച്ചു പോകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ.
ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ തഖ്വ അത് ശിർക്കിനെ തൊട്ട് സൂക്ഷിക്കലാണ്. രണ്ടാമതായി അയിമ്മത്ത് പറയുന്നു, രണ്ടാമത്തെ തഖ്വ അനിൽ കബായിറ തഖ്വ അനിൽ കബായിർ, വൻകുറ്റങ്ങളെ സൂക്ഷിക്കുക. എത്രയാ വൻകുറ്റങ്ങൾ? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമുൽ കബീറുൽ മഅ്ബരി അൽ കബായിർ എന്നൊരു ഗ്രന്ഥം എഴുതുന്നു. 50-ലേറെ വൻകുറ്റങ്ങൾ അതിലെണ്ണുന്നു. അല്ലാമാ ദഹബി അൽ കബായിർ എന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. 80ഓളം വൻകുറ്റങ്ങൾ ഇതിലെണ്ണിയിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. 200 ചില്ലാനും വൻകുറ്റങ്ങൾ അതിൽ എണ്ണിക്കാണാം. വൻകുറ്റങ്ങൾ വളരെ കൂടുതലുണ്ട്. അതൊക്കെ നാം പഠിക്കണം. വൻകുറ്റം ചെയ്താൽ നസുഹായ തൗബയില്ലാതെ അത് പൊറുക്കപ്പെടുകയില്ല. തെറ്റ് ചെയ്താൽ തൗബ ചെയ്യൽ നിർബന്ധമാണ്. വൻകുറ്റത്തിനിക്ക് തൗബയല്ലാതെ പൊറുക്കാൻ മാധ്യമമില്ല എന്നാണ് അയിമ്മത്ത് രേഖപ്പെടുത്തുന്നത്. എത്രയാണ് വൻകുറ്റങ്ങൾ? കള്ള് വൻകുറ്റമാണ്, പെണ്ണ് വൻകുറ്റമാണ്. അങ്ങനെ വൻകുറ്റങ്ങളുടെ നിര വളരെ നീണ്ടതാണ്. ലഹരി സാധനം വല്ലാതെ വ്യാപകമായ കാലമാണിത്. മുസ്ലിം പേരുള്ളവർ അതാ പല പേരും പറഞ്ഞ് ലഹരി ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. ആൻസിന്റെ അടിമകളാണ് ചെറുപ്പക്കാര് മുഴുവനും. സഹോദരന്മാരെ, ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നവന്റെ ഈമാൻ ഉയർത്തപ്പെടുമെന്ന് അയിമ്മത്ത് പറയുന്നു. ഖുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ പദം ചൊല്ലിക്കൊടുത്തപ്പോൾ ഇന്നീ ബരിഉം മിൻഹാ, എനിക്കൊരിക്കലും തന്നെ ആ കലിമത്ത് ചൊല്ലാൻ കഴിയില്ല, ഞാനതിൽ നിന്ന് ഒഴിവാണ്. ഇങ്ങനൊരു വാക്കൊരാള് പറഞ്ഞാൽ അവൻ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ ആ ചെറുപ്പക്കാരൻ തയ്യാറായില്ല. മഹാനായ ഖുലൈൽ റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ നേതാക്കളിൽപ്പെട്ടവരാ. വല്ലാതെ സങ്കടമായി. കാരണം ഒരു ശിഷ്യനെ വളർത്തിയെടുക്കുന്നത് ആഖിറത്തിന് വേണ്ടിയാ. ഒരാൾക്ക് കിതാബ് ഓതി കൊടുക്കുന്നത് എനിക്ക് ആഖിറത്ത് രക്ഷപ്പെടാനാ. അവന്റെ രക്ഷ കൊണ്ട് എനിക്ക് രക്ഷ കിട്ടണം. ഇതായിരിക്കണം ഒരു അധ്യാപകന്റെ, ഒരു ഉസ്താദിന്റെ നിയ്യത്ത്. അല്ലെങ്കിൽ അവന്റെ തഅലീമിലേക്ക്, അവന്റെ അധ്യാപനത്തിന് യാതൊരു ഫലവുമില്ല. എനിക്ക് രക്ഷപ്പെടാനാണ് ഞാൻ ദുർസ് നടത്തുന്നത്. ഞാൻ എന്റെ വിദ്യാർത്ഥികൾക്ക് ഓതിക്കൊടുക്കുന്നത് എന്റെ ആഖിറം രക്ഷപ്പെടാനാ. ഈ ചിന്തയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ തന്റെ അരികിൽ നിന്ന് പഠിച്ചതായ ഒരു തെരീത്തി ഗതി വന്നത് ഓർത്തിട്ട് വല്ലാതെ സങ്കടത്തിൽ. എന്താണ് ഇവൻ ചെയ്ത തെറ്റ്? സഹോദരന്മാരെ, വലിയ വലിയ തെറ്റുകളെ കൊണ്ട് ഈമാൻ മരിക്കുന്ന ടീമിൽ ഊരപ്പെടും കേട്ടോ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ ഖുലൈൽ റളിയല്ലാഹു അൻഹു റബ്ബിനോട് പറയുന്നു, അല്ലാഹ് എനിക്ക് നിന്റെ രഹസ്യം നീ അറിയിച്ചു തരണം. മഹാനവറുകൾ ദിവസങ്ങളോളം ഖൽവത്ത്, ഔലിയാക്കന്മാരുടെ പ്രത്യേകമായ ഒരു റൂട്ടാണ് ഖൽവത്ത്. ഏകാന്തതയിലിരുന്ന് റബ്ബുമായി ഇബാദത്തിൽ കൂടുക, ആരുമായി ബന്ധമില്ലാത്ത ജീവിതം. അതായി ബഹുമാനപ്പെട്ട ഖുലൈൽ തങ്ങൾ ഇരിക്കുന്നു. അതാ ഒരു ദിവസം തന്റെ ശിഷ്യനെ അതാ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാണിച്ചു കൊടുക്കുന്നു. അവിടുന്ന് ചോദിക്കുന്നു, മോനെ നിനക്ക് എന്തു പറ്റി? നിന്റെ ഈമാൻ ഉയർത്തപ്പെടാനുള്ള കാരണം എന്താണ്? ആ ടൈമിൽ ആ ശിഷ്യൻ പറഞ്ഞത്, ഉസ്താദേ, എനിക്ക് മാറാത്തൊരു അസുഖമുണ്ടായിരുന്നു. ഞാനൊരു വൈദ്യനെ സമീപിച്ചപ്പോൾ അയാൾ എന്നോട് നീ ഇടയ്ക്കിടെ കള്ളു കുടിക്കണമെന്ന് പറഞ്ഞു, ലഹരി ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. എന്റെ രോഗശമനത്തിന് വേണ്ടി ഞാൻ ലഹരി ഉപയോഗിച്ചിരുന്നു. ആ ലഹരി ഉപയോഗിച്ച പേര് അല്ലാഹു എന്റെ ഈമാൻ ഉയർത്തിക്കളഞ്ഞു. ചെറുപ്പക്കാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ മക്കളുടെ ഈമാൻ എവിടേക്ക് പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. എന്തൊക്കെയാണ് മക്കൾ ഉപയോഗിക്കുന്നത്? പല പേരും പറഞ്ഞ് അതാ ലഹരിയുടെ പേര് തന്നെ മാറ്റിക്കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എന്റെ ഉമ്മത്തിലൊരു വിഭാഗം വരും ആഖിർ സമാനിൽ, അവർ യശ്റബൂനൽ ഖുമൂർ, ലഹരി അവർ ഉപയോഗിക്കും. വയസമൂനഹാ ബിഗൈരി അസ്മാഇഹാ, അതിന് ലഹരിയാണെന്ന് അറിയാത്ത രൂപത്തിലുള്ള നല്ല നല്ല ഓമന പേരുകൾ അവർ കൊടുക്കുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി വളരെ
സൂക്ഷിക്കണം സഹോദരന്മാരെ വൻകുറ്റങ്ങൾ. അതുപോലെ തന്നെ വൻകുറ്റങ്ങളിൽ ഒന്നാണ് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുക എന്നുള്ളത്. വല്ലാത്ത പ്രയാസം പിടിച്ച കാലമാണിത്. താൻ ഇഷ്ടപ്പെടുന്നത് തന്നില്ലെങ്കിൽ, താൻ ഇഷ്ടപ്പെടുന്നതിന് വഴിപ്പെട്ടില്ലെങ്കിൽ ഉമ്മമാരെയും ഉപ്പമാരെയും വെറുപ്പിക്കുന്ന സ്വഭാവം ഇന്ന് മക്കളുടെ ഖിയാമത്തിന്റെ അടയാളമായി മുത്തുനബി പറഞ്ഞ ഈ അടയാളം അധിക വീടുകളിലും നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് കല്യാണം ചെയ്താൽ ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മാനെ വെറുത്തുപോയി, ഉപ്പയെ വെറുത്തുപോയി. എത്രയാണ് കഥകൾ പറയാനുള്ളത്. വല്ലാതെ സൂക്ഷിക്കണം ചെറുപ്പക്കാരെ. നിന്റെ ഭാര്യ വന്നത് ഇന്നലെയാണ്, നിന്നെ നീയാക്കിയത് നിന്റെ ഉമ്മയും നിന്റെ ഉപ്പയുമാണ്. ഇവൾക്ക് വേണ്ടി മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഖിയാമത്തിന്റെ അടയാളമായി ഭാര്യയോട് വല്ലാതെ ബന്ധം കാണിച്ചു മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന കാലം വന്നാൽ ഇത് അധിക വീടുകളിലുമുള്ള അവസ്ഥയാണ്. അല്ലാഹു പറഞ്ഞതെന്താ? മാതാപിതാക്കളോട് എന്ന് ഒരു ചെറിയ വിഷമിക്കുന്ന രൂപത്തിൽ ഒരു മുഖം ചുളിക്കുന്ന വാക്കുപോലും പറഞ്ഞു പോകരുത്. മറിച്ച് വകുല്ലഹുമാ ഖൗലൻ കരീമാ, അവരോട് നല്ല വാക്കേ പറയാവൂ. അവർ നമ്മോട് ചെയ്യേണ്ട കടമകൾ നിർവഹിച്ചില്ലെങ്കിലും നാം അങ്ങോട്ട് നിർവഹിച്ചേ പറ്റൂ. കാരണം എന്തുകൊണ്ട്? മുള്ളുപോയി വാഴയിൽ വീണാലും വാഴ പോയി മുള്ളിൽ വീണാലും അപകടം വാഴക്കാണെന്ന് മനസ്സിലാക്കണം. മാതാപിതാക്കൾ എന്ന് പറയുന്നത് അവരുടെ ശാപം, അവരുടെ മനസ്സിന്റെ അടിത്തട്ടിലുള്ള വെറുപ്പ്, അത് മരണത്തിന്റെ മുമ്പ് ദുനിയാവിനുമെന്ന് അനുഭവിക്കുന്ന കുറ്റമാണ്. എന്റെ അറിവിൽ ഒരു മനുഷ്യൻ തന്റെ ഉമ്മയെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ദേഷ്യം പിടിച്ച് അടിച്ചു. ആ ഉമ്മയെ ഒരു തെങ്ങിൽ കെട്ടിയിട്ടു. അതാ എന്തുണ്ടായി എനിക്കറിയുന്ന സംഭവമാണ്. ആ എന്തുണ്ടായി? കാലങ്ങൾ കഴിഞ്ഞു, ആ ഉമ്മ മരിച്ചുപോയേ. ആ ഉമ്മയെ കൊണ്ട് പൊരുത്തപ്പിടിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്തുണ്ടായി? ഈ മനുഷ്യന് പ്രായമായപ്പോൾ, കൂടുതലൊന്നും പ്രായമായിട്ടില്ല, തന്റെ മകൻ ഇവനെയും തെങ്ങിൽ കെട്ടിയിട്ടടിച്ചു. അനുഭവിച്ചതാ. ഇതുപോലുള്ള കഥകൾ എത്രയാണുള്ളത്. ഈ ദുനിയാവിന് തന്നെ ശിക്ഷ അനുഭവിക്കുന്ന കുറ്റമാണ് മാതാപിതാക്കളെ വെറുപ്പിക്കുക എന്നുള്ളത്. ഭാര്യമാർക്ക് വേണ്ടി അതുപോലെ സഹോദരിമാരെ, നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മ, അത് നിങ്ങളുടെ ഉമ്മയെ പോലെ നിങ്ങൾ ആദരിക്കേണ്ടവരാണ്. അവനെ നിങ്ങൾ ബഹുമാനിക്കണം. നിങ്ങളെ ഭർത്താവിനെ ഭർത്താവാക്കിയത് അതിന് മുല കൊടുത്ത പെണ്ണാണെന്ന ബോധം നിങ്ങൾക്ക് വേണം. അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്ന് മാത്രമല്ല, നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ, നിങ്ങൾക്ക് കൃപ ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ, നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ മക്കൾ ഏറ്റെടുക്കണമെങ്കിൽ നിർബന്ധമായും നിന്റെ ഭർത്താവിന്റെ ഉമ്മയെ ആദരിച്ചോ. ആരെങ്കിലും തന്റെ ഭർത്താവിന്റെ ഉമ്മയെ വെറുപ്പിച്ചിട്ട് അവര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ അവരോട് മാപ്പ് പറയാൻ വേണ്ടി അവർക്ക് യാസീനും മറ്റും ഓതിക്കൊണ്ട് അവരുടെ പൊരുത്തം വാങ്ങിക്കോ. അല്ലെങ്കിൽ ആഖിറം നഷ്ടപ്പെടുന്നതാണ്. മാതാപിതാക്കളെ വെറുപ്പിക്കുക എന്നുള്ളത് വലിയ കുറ്റമാണ്. ഈമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തടയപ്പെട്ട സംഭവങ്ങൾ കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് വരെ ഉണ്ടായ സംഭവം നമുക്കറിയാം. സഹോദരിമാരെ, ഈ വിഷയത്തിൽ വല്ലാത്ത മോശത്തിലാണ് നമ്മുടെ സഹോദരിമാരുള്ളത്. തന്റെ ഭർത്താവിന്റെ ഉമ്മയെ വല്ലാതെ വേദനിപ്പിക്കുന്ന എത്രയോ ആളുകളുണ്ട്. വലിയ അപകടമാണ് കേട്ടോ. അവർ തുപ്പുന്നത് കണ്ടുകൂടാ. വീടിൽ ടൈൽസ് ഇട്ട വീടാണ്, എല്ലാ സൗകര്യങ്ങളും ഗ്രാനറ്റിട്ട വീടാണ്. ഈ സൗകര്യങ്ങളിലുള്ള ഒരു കട്ടിലിരുന്ന് പ്രായം ചെന്ന ഉമ്മ അങ്ങ് തുപ്പിപ്പോകും. ഉമ്മയോട് വെറുപ്പ്. ഈ തള്ള ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇവിടെ വൃത്തിയിൽ സൂക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് വരെ പറയുന്നവരുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മയെ ഒരക്ഷരം പറയാൻ നമ്മൾ സമ്മതിക്കരുത്. അത് നമ്മ ഗർഭം ചുമന്ന ഉമ്മയാണ്. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ. പ്രസവിച്ച വേദന തിന്നതും അവള് തന്നെയാ. പാലും കൊടുത്തു വളർത്തലും അവളാണ്. എത്ര കഷ്ടതയാണ് അവൾ സഹിച്ചത്. രാത്രികളിൽ ഉണരുമ്പോൾ എന്റെ അനുഭവം പറയട്ടെ,
നമ്മുടെ ഭാര്യമാർ, നമ്മളെ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ നമ്മൾ ഉണരുമ്പോൾ ഭാര്യയും ഉണരും, അല്ലെങ്കിൽ അവൾ ഉണർന്ന് നാം ഉണർന്നു നോക്കുമ്പോൾ കുഞ്ഞിനെ തൊട്ടിലിൽ നിന്നെടുത്ത് മുല കൊടുക്കുകയാണ്. ടൈം ഏതാ? 2:30 മണി 3:30 മണി. ഈ ടൈമിലാണ് നമ്മുടെ കണ്ണ് നിറയേണ്ടത്. പടച്ചോനെ, ഇതുപോലെ എത്ര രാത്രികൾ എനിക്കിറക്കൊഴിച്ച് എന്റെ ഉമ്മ ഖബറിലാണല്ലോ അല്ലാ എന്ന ചിന്ത ആ ടൈമിലാണ്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ചിന്ത കൊണ്ടുവരണം. എന്റെ ഉമ്മ എനിക്ക് എത്ര കഷ്ടപ്പെട്ടു എന്ന്. നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ ഭാര്യ 3 മണിക്കും 4 മണിക്കും എടുത്ത് ആ കുട്ടിക്ക് താരാട്ട് പറയുമ്പോൾ, പാടുമ്പോൾ, അതിന് മുല കൊടുക്കുമ്പോൾ, അതിനെ ലാളിക്കുമ്പോഴൊക്കെ ഈ ചിന്ത നമുക്ക് വേണം. നമ്മുടെ ഉപ്പ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് നമ്മുടെ കുഞ്ഞിനെ എടുത്ത് ചിന്തിക്കുമ്പോൾ എന്റെ ഉപ്പയുടെ എന്റെ മാനസികാവസ്ഥ എന്നോടെന്തായിരുന്നു എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. സഹോദരന്മാരെ, ഈ ചിന്ത നമുക്ക് വേണം. മാതാപിതാക്കൾ മരിച്ചാലും മറക്കരുത്, അവരെ വല്ലാതെ സ്നേഹിക്കണം. അവർക്ക് വേണ്ടി ഹദിയകൾ ചെയ്തുകൊണ്ട് യാസീനോദിയും അതുപോലെ നന്മകൾ ചെയ്തും അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണം. എങ്കിൽ നിന്റെ ആയുസ് നീളുമെന്ന ഇമ്മത്ത് പറയുന്നു. അല്ലാഹു മാതാപിതാക്കളെ ഒരുത്ത് നമുക്ക് നൽകുമാറാകട്ടെ. വൻകുറ്റങ്ങളുടെ കോമ്പലകൾ ഒരിക്കലും പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ. ഇപ്പൊ ഇവിടെ 1-2 വൻകുറ്റം കൂടി പറയട്ടെ. ഗർഭശിശുവിനെ ഗർഭത്തെ അലസിപ്പിക്കുക വളരെ കൂടുതൽ നടക്കുന്ന ഒന്നാണ്. സ്കാൻ ചെയ്ത് നോക്കുക, ഇത് ആൺകുട്ടിയാ പെൺകുട്ടിയാ. പെൺകുട്ടിയാണെന്ന് കണ്ടാൽ അതിനെ നശിപ്പിക്കുക, ഭ്രൂണഹത്യ. സുബ്ഹാനല്ലാഹ്, ഇത് വൻകുറ്റമാണെന്ന് മാത്രമല്ല, ഒരു മനുഷ്യനെ കൊന്ന ശിക്ഷ നീ അനുഭവിക്കുമെന്ന് മാത്രമല്ല, മക്കളെ കൊന്ന ശിക്ഷയാണ് നിനക്ക് കിട്ടാനുള്ളത്. വയറ്റിനകത്ത് നോക്കുക, ആൺകുട്ടിയാ പെൺകുട്ടിയാ. അതുപോലെ തന്നെ നോക്കുമ്പോ കുട്ടിക്ക് അംഗവൈകല്യമുണ്ട്, കുട്ടിക്ക് കയ്യിന് എന്തോ കേടുണ്ട്, കാലിനെന്തോ കേടുണ്ട്, എന്നാൽ അതിനെ നശിപ്പിക്കുക. ആ കുട്ടി ഇവിടെ പുറത്തേക്ക് വന്നാൽ കുടുംബം പ്രയാസപ്പെടും, ആ കുട്ടിയും പ്രയാസപ്പെടും. അതുകൊണ്ട് ആ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന് മാതാപിതാക്കളും കുടുംബവും തീരുമാനമെടുക്കുന്നു. ഇത്തരം കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ഒരു വിഭാഗമാണെന്ന് ഡോക്ടർമാർ. ഒരു ബേജാറും അവർക്കില്ല. മുസ്ലിം ഡോക്ടർമാരുടെ ഒരു സ്വഭാവം ഇതാണ്. ഇത് വാസ്തവത്തിൽ മനുഷ്യക്കൊലയാണെന്ന് ചിന്തിക്കാൻ ആ ചിന്ത നമുക്ക് വരുന്നില്ല. വന്നാൽ തന്നെ എനിക്കാകില്ല എന്ന നിലക്ക് നശിപ്പിച്ചു കളയുന്നു. ഇമാം ഗസാലി തങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീൻ വളരെ ഗൗരവമായി കാര്യം പറയുന്നു. തുഹ്ഫയിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഇത് വൻകുറ്റമാണ്, ഇത് ഹറാമാണ്, ഇത് പാടില്ല. ഭ്രൂണഹത്യ ഒരിക്കലും പറ്റൂല. അല്ലാഹു നമുക്കൊരു കുഞ്ഞിനെ തരാൻ തീരുമാനിച്ചു. സ്കാൻ ചെയ്ത് നോക്കുമ്പോ ആൺകുട്ടിയായി അല്ലെങ്കിൽ പെൺകുട്ടി അല്ലെങ്കിൽ കൈ പോയിട്ടുണ്ട്, കൈയില്ല കാലില്ല, അല്ലാഹുവിന്റെ വിധി എന്നല്ലാതെ കൈയില്ലാത്ത കാലില്ലാത്ത കുഞ്ഞുങ്ങളെ കൊല്ലാൻ നമുക്ക് അവകാശമില്ല, ഒരിക്കലും അവകാശമില്ല. ഒരിക്കലും അങ്ങനത്തെ പണി ചെയ്തുകൂടാ. വൻകുറ്റമാണ് സഹോദരന്മാരെ. അത് ഇന്ന് പൊതുവെയുള്ള കാര്യമാണിത്. ഗർഭം ഊറിയാൽ അത് നശിപ്പിക്കുന്ന സംബന്ധിച്ച് വരെ തർക്കമുണ്ട്. പിന്നെ ജീവിട്ട് കഴിഞ്ഞാൽ അത് നശിപ്പിക്കാൻ തന്നെ പാടില്ല. ഇത് പണ്ഡിതന്മാരിൽ 2 അഭിപ്രായമില്ല. 4 മാസമായാൽ ജീവിടുന്ന ഉറപ്പാ. 4 മാസമായാൽ പിന്നെ ഒരിക്കലും നശിപ്പിക്കാൻ ഒരു വകുപ്പുമില്ല. അതിന്റെ മുമ്പ് തന്നെ ചെയ്യുന്നതിൽ പണ്ഡിതന്മാർ കർക്കശമായി എതിർത്തിട്ടുണ്ട്. 4 മാസമായാൽ പിന്നെ തർക്കം തന്നെയില്ല, ഇത് വൻകുറ്റമാണ്. പലരും ഇത് ലാഘവമായി കാണുന്നു. അതുപോലെ തന്നെ പലിശ, ഇന്ന് പാടെ പരന്ന ഒന്നാണ് പലിശ. അതൊക്കെ വിശദമായി ഒരു വിഷയമായി പറയേണ്ട കാര്യമാണ്. പലിശ എന്ന് പറയുന്നത് ഇമാം ശിഹാബുദ്ദീൻ ഖൽജൂബി പറയുന്നത് കാണാം, ഒരു മനുഷ്യന്റെ ഈമാൻ ഊരപ്പെടുന്ന കുറ്റങ്ങൾ, ആയിരക്കണക്കിന് കുറ്റങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് ഈമാൻ ഊരപ്പെടുന്ന കുറ്റങ്ങൾ 2 എണ്ണമാണ്. ഒന്ന്, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ വെറുപ്പിക്കുക, ഒന്നതാ. മറ്റൊന്നോ അർറിബ, പലിശ. പലിശ ഈമാൻ ഊരപ്പെടുന്ന പ്രവർത്തനമാണ്. ഇന്ന് പലിശയുമായി ബന്ധപ്പെടാത്തവർ കുറവാ. പള്ളിയിലെ സെക്രട്ടറിയും ഇവിടുത്തെ ഞാൻ പറയുന്നത് പ്രസിഡന്റും അതുപോലെ തന്നെ എല്ലാവരും പലിശന്റെ ആളുകളാ. എല്ലാവർക്കും വണ്ടി വേണം. വണ്ടിക്ക് കാശ് ഒരിക്കലും പലിശയില്ലാതെ എടുക്കുന്നവർ വളരെ കുറവാ. പലിശ അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കല്ല, ഇങ്ങോട്ട് വാങ്ങല്ലോ, കൊടുക്കലും. ലഅനല്ലാഹു അഖില റിബാ വമുകിലഹു വകാതിബഹു വശാഹിദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പലിശ വാങ്ങുന്നവൻ, അത് കൊടുക്കുന്നവൻ, അതിനുവേണ്ടി സാക്ഷി നിൽക്കുന്നവൻ, അതിനുവേണ്ടി എഴുതുന്ന ക്ലർക്കടക്കം അല്ലാഹുവിന്റെ ശാപത്തിന് വിധേയനാണ്.
വൻകുറ്റമാണ് പലിശ. പലിശ കൊണ്ട് നിന്റെ സമ്പത്ത് തകരുകയല്ലാതെ ഒരിക്കലും വളരുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. യംഹഖുല്ലാഹു റിബ. ലോകമാണെന്ന് നമുക്കറിയാം. അതിനുള്ള കാരണം കണ്ടെത്തിയതെന്താ? പലിശയാണ്. അല്ലാഹു പറഞ്ഞു, പലിശ നീ ലാഭിക്കുമെന്ന നിലക്ക് ചെയ്തതല്ലേ, അത് നിന്റെ ലാഭം കിട്ടുകയില്ല എന്ന് മാത്രമല്ല, നിന്റെ സമ്പത്തുണ്ടായിരുന്നതിനൊരു അഡ്രസ്സുമില്ലാത്ത രൂപത്തിൽ അതിനെ പടേ അള്ളാഹു മായിച്ചു കളയും. സമ്പത്ത് തന്നെ അവിടെ കാണില്ല. എത്രയെത്ര അനുഭവങ്ങൾ നമുക്കറിയാം. ബിസിനസിന്റെ പേരിൽ പലിശ നടത്തി, പലിശ പരിപാടിയാ ബിസിനസ് എന്ന പേര്, ഷാറ് പരിപാടി എന്ന് പറയും. 90% ഷാറ് കച്ചവടവും പലിശ പരിപാടിയാണ്. ഹറാമായ ഭക്ഷണമാണ് കഴിക്കുന്നത്. ഉദാഹരണമായി ഒരു ജ്വല്ലറി തുടങ്ങുന്നു. എന്റെ കൂട്ടുകാരൻ എന്നിൽ നിന്ന് അദ്ദേഹം ഒരു 10 ലക്ഷം രൂപ ഷെയറായി വാങ്ങിയെന്നാ പറയുന്നത്. അദ്ദേഹം ഒരു 10 ലക്ഷവും, അങ്ങനെ രണ്ടാളുടെയും കൂടി 20 ലക്ഷം കൊണ്ടൊരു സ്വർണ്ണക്കട തുടങ്ങിയെന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഒരു 5-8 കൊല്ലം കഴിയുമ്പോ അദ്ദേഹം പറയുന്നത് എന്താ? അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നത് എന്നെ ഒഴിവാക്കി തരണം, അല്ലെങ്കിൽ നിന്നെ ഇനി ഒഴിവാക്കാം. അതേ ഒഴിവാകാൻ തീരുമാനിച്ച് എന്താ കൊടുക്കുന്നത്? 10 ലക്ഷം രൂപ. അല്ല, ഈ ജ്വല്ലറിയിലുള്ള ഓരോ ആഭരണത്തിന്റെയും പകുതി ഇദ്ദേഹത്തിൻ്റെതാ. ഈ ജ്വല്ലറിയിലുള്ള ഓരോ ആഭരണത്തിന്റെയും പകുതി ഈ ആളുടേതാ. ആ രൂപത്തിലായാൽ മാത്രമേ അത് ഷെയർ അല്ലെങ്കിൽ ശിർക്കത്തെന്ന് ഇസ്ലാം പറയുന്നതാവൂ. എന്നല്ലാതെ കൊടുത്ത കാശ് കടം കൊടുത്തിട്ട് കുറച്ച് കാശ് അവിടെ അടച്ചിട്ട് അതിന് ലാഭം വാങ്ങുന്ന പരിപാടി ഉപകാരമുണ്ടാക്കുന്ന ഏത് കടം കൊടുക്കലും നിനക്ക് ആഴ്ചയിൽ ഇത്ര പൈസ തരണം, ഈ രൂപവും പറഞ്ഞ് അതിൽ യാതൊരു പങ്കുമില്ല. ജ്വല്ലറിയിൽ എനിക്ക് പങ്കില്ല, കച്ചവടത്തിൽ ഇവന് പങ്കില്ല. ആരാണ് ഷെയർ ചേർന്നവർ പങ്കുള്ളവർ? ഏതെങ്കിലും കച്ചവടത്തിൽ പറയട്ടെ, 90% കച്ചവടങ്ങളിലും ഈ വ്യക്തികൾക്ക് പങ്കില്ല. അവിടെയുള്ള ഓരോ സാധനത്തിലും ഇവന് പങ്കുണ്ടെന്ന ഇസ്ലാമിന്റെ നിയമം. പങ്ക് എത്ര ചെറിയ പങ്കാലും വേണ്ടിയില്ല. ഞാൻ 25,000 എടുത്ത് മറ്റൊരുത്തിന് 75,000 എടുത്ത് 1 ലക്ഷം രൂപയ്ക്ക് കച്ചവടം തുടങ്ങിയാൽ അവിടെ വരുന്ന ഏത് സാധനമുണ്ടോ, ഒരു മുട്ടുസൂചിയാണെങ്കിൽ അതിന്റെ വിലയുടെ അല്ലെങ്കിൽ അതിന്റെ 4/3 ഭാഗം അവന്റെതും 1/4 ഭാഗം എന്റെതുമാണ്. 25,000 എന്റേതാണെങ്കിൽ 1 ലക്ഷത്തിന് തുടങ്ങിയ കച്ചവട സാധനങ്ങൾ ഓരോന്നിന്റെയും അവസ്ഥ അതാണ്. ഇങ്ങനെ വെച്ചാൽ മാത്രമേ ഷെയറെന്നും ശിർക്കത്തെന്നും പറയൂ. അതല്ലാത്ത കച്ചവടം മുഴുവനും പലിശയുടെ കച്ചവടമാണ്. കൊടുത്ത പൈസക്ക് ലാഭം വാങ്ങുന്നത് അത് പലിശയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, പലിശ തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും അള്ളാഹു തആല ശപിച്ചിരിക്കുന്നു. പേടിക്കേണ്ട സഹോദരന്മാരെ, വൻകുറ്റത്തെ സംബന്ധിച്ച് ഒരു പേടിയില്ല. വണ്ടിയെടുക്കുക, ഏത് സ്ഥാപനത്തിന്റെ പേരിലെടുത്താലും ഏത് ഇസ്ലാമിന്റെ പേരിലെടുത്താലും ഹറാമ് ചെയ്തുകൊണ്ട് സ്ഥാപനം നടത്താൻ അള്ളാഹു പറഞ്ഞിട്ടില്ല. റബ്ബിലേക്ക് എത്താനാണ് നമ്മൾ സ്ഥാപനം നടത്തുന്നത്. അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാനാണ് നമ്മൾ പള്ളി നടത്തുന്നതും മദ്രസ നടത്തുന്നതും കോളേജ് നടത്തുന്നതും. അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമാകുന്ന കാര്യമാണോ? അള്ളാഹു തആല അനുവദിച്ച കാര്യം വല്ലാതെ സൂക്ഷിക്കണം നമ്മളിത്. അല്ലഹ്മുൻ നാബിതു മിനൽ ഹറാം അന്നാറു ഔലാ ബിഹി. ഹറാമിൽ നിന്നുണ്ടായ ശരീരം, ഹറാമായ ഭക്ഷണം കഴിച്ചുണ്ടായ ശരീരം അത് നരകത്തിന് അർഹമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? നോമ്പെടുത്തിട്ട് കാര്യമുണ്ടോ? പൈസ കടം കൊടുക്കുക, ലാഭം വാങ്ങുക. അത് കച്ചവടത്തിൽ കൊടുത്താലും വേണ്ടിയില്ല, എവിടെ കൊടുത്താലും വേണ്ടിയില്ല. ഞാൻ ഈ പറഞ്ഞ രൂപത്തിലല്ലാത്ത ഷെയറുകൾ എവിടെയുണ്ടോ അത് മുഴുവനും പലിശയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. വൻകുറ്റങ്ങളെ സംബന്ധിച്ച് 1-2 ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. വൻകുറ്റങ്ങൾ സൂക്ഷിക്കുക രണ്ടാമത്തെ തഖ്വയാണ്. മൂന്നാമത്തെ തഖ്വ ഇമ്മത്ത് പറയുന്നു, അത്തഖ്വാനി സഗായിർ. ചെറുകുറ്റങ്ങൾ സൂക്ഷിക്കുക. ചെറുകുറ്റം അതൊരു പ്രശ്നമില്ലാതാക്കി കളയുന്ന കാലമാണിത്. അത് ചെറിയൊരു കുറ്റാണ്. സഹോദരന്മാരെ, ഒരിക്കലും അങ്ങനെ മനസ്സിലാക്കരുത്. ചെറുകുറ്റവും നരകത്തിൽ കടത്തുന്ന കാര്യമാണ്. ചെറുകുറ്റം ചെയ്താലും തൗബ ചെയ്യൽ നിർബന്ധമാണ്. വളരെ ചെറുതായി കാണുന്ന ഒരു കുറ്റം ഞാൻ പറയട്ടെ. ആളുകളുടെ കണ്ണിൽ ഔറത്ത് വെളിവാക്കൽ, മുട്ടുപുക്കളിനിടയിലുള്ള സ്ഥലം ഭാര്യ അല്ലാത്ത ഒരാൾക്ക് കാണിക്കൽ, അത് ഹറാമാണ്. ചെറിയ കുറ്റാണ്, പക്ഷെ ആരുണ്ട് അത് ശ്രദ്ധിക്കുന്നവർ? മടക്കി കുത്താത്തൊരു മനുഷ്യൻ നാട്ടിലുണ്ടോ? പള്ളിന്റെ സെക്രട്ടറി മടക്കി കുത്തും, പ്രസിഡന്റ് മടക്കി കുത്തും. ഈ അവസ്ഥയല്ലേ? ചില മൊയ്ലിയന്മാരടക്കം മടക്കി കുത്തും. എവിടെങ്കിലും ഒരു പണിയെടുക്കണം എന്നുണ്ടാ തുണി അങ്ങ് പൊക്കി. സുബ്ഹാനല്ലാഹ്, ഫഖിദു ഔറ, തുട അത് ഔറത്താണ്. ഭാര്യയ്ക്ക് കാണാം,
ഇത് മാത്രമേ പറ്റൂ. ഉമ്മാക്ക് വരെ കാണാൻ പറ്റൂല നമ്മുടെ തുട. ഉമ്മ കാണാൻ പറ്റൂല, പെങ്ങൾ കാണാൻ പറ്റൂല, ഭാര്യയ്ക്ക് മാത്രം. ഭാര്യയും ഭർത്താവും തമ്മിൽ ഔറത്തില്ല. പക്ഷേ അവരുടെ ഗുഹ്യങ്ങൾ അങ്ങും ഇങ്ങും നോക്കുന്നത് കറാഹത്താണ്. കറാഹത്താണെന്ന് മാത്രമല്ല, സാധാരണ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അങ്ങും ഇങ്ങും ഗുഹ്യങ്ങൾ കാണുന്നവരാണെങ്കിൽ അവരുടെ ലൈംഗികമായ അവരുടെ മനസ്സ് തന്നെ അകലുകയും അവരുടെ വെറുപ്പുണ്ടാവുകയും ഓർമ്മശക്തി കുറയുകയും ചെയ്യുമെന്ന് അയിമത്ത് പറയുന്നത് കാണാം. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് സയ്യിദത്തുനാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ റഅയ്തു മിൻഹു വമാ റഅ മിന്നി. ഞാൻ നബിയിൽ നിന്ന് കണ്ടിട്ടില്ല, നബി എന്നിൽ നിന്നും കണ്ടിട്ടില്ല. എന്തൊരു ജീവിതമാണ് നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. ഇതൊക്കെ ലാഘവമായി കാണുന്നോണ്ട് പറയാ, എന്താ ഔറത്ത് വെളിവാക്കുന്ന ഒരു പേടിയും നമുക്കില്ല. ഇത് ഹറാമാണ്, ഇത് ഹറാമാ. സാധാരണയിൽ ചെറുകുറ്റം ചെയ്യുന്നവനായാൽ അവൻ ഫാസിഖായി പോയി. വൻകുറ്റത്തിന്റെ അതേ പവറ സാധാരണ ചെയ്യുകയാണെങ്കിൽ എന്താ ഔറത്ത്? ഒരു പുരുഷനുമായി ഔറത്തുണ്ട്, ഒരു സ്ത്രീയുമായി ഔറത്തുണ്ട്. സ്ത്രീകൾക്ക് ഔറത്തില്ല എന്ന സ്ത്രീകൾ മനസ്സിലാക്കിച്ചത്. സ്ത്രീകൾ അധിക പേരും മനസ്സിലാക്കിച്ചത് ഞങ്ങൾക്ക് ഔറത്തില്ല, നമ്മ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാം. പല സ്ത്രീകളും മനസ്സിലാക്കിച്ചത് അങ്ങനെയാ. കുളത്തിലൊക്കെ ആണെങ്കിൽ അവർ തമ്മിൽ ഔറത്ത് കാണുന്ന ഒരു പ്രശ്നമില്ല. ഒരു പെണ്ണ് പ്രസവിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടി പോയി നോക്കുക. ഇതില് ഒരു വീട്ടിലുള്ള സ്ത്രീകൾ ഒന്നായിട്ട് വാറ്റാട്ടി മാത്രം. വാറ്റാട്ടി എന്താ പറയും നിങ്ങൾ ഇവിടെ? വസ്താത്തിന്നോ? ആസ്പത്രി കൊണ്ടല്ല, ഇവിടെ പേരില്ലേ വയറ്റാട്ടി? എന്താണ് വയറ്റാട്ടി? ഞങ്ങളുടെ നാട്ടിൽ വസ്താത്തി എന്ന് പറയും. ഈ പെണ്ണിന് മാത്രമേ, ഹാബിലത്തിന് മാത്രമേ പ്രസവിക്കുന്ന ഒരു പെണ്ണിന്റെ ഗുഹ്യം കാണാൻ അനുവാദമുള്ളൂ. എന്നാൽ എല്ലാവരും പോയി ഒന്ന് നോക്കി എവിടെ എത്തിയെന്നറിയാൻ. ഇത് ഒരു പ്രശ്നമില്ല, ഇത് ഹറാമാണ്. തുറന്നു വെച്ചിക്കല്ലേ. ഹോസ്പിറ്റലിലാണ് തന്നെയല്ലേ മുമരിലാത്ത് നൈസുമാര് മുഴുവൻ നോക്കുന്നു, ഡോക്ടർ നോക്കുന്നു, എല്ലാവരും കൂടി ഇങ്ങനെ TV കാണുന്നമാതിരി കണ്ടിരിക്കുക. വലിയ ആർക്കെങ്കിലും വേദനയുണ്ടോ? തന്റെ ഭാര്യയാണ് ചെയ്യുന്നത്, തന്നെയാണ് ഈ ചെയ്യുന്നത്. ഹോസ്പിറ്റലില്ലാതെ പ്രസവം തന്നെ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ? എവിടേക്കാ പോകുന്നത്? നമ്മൾ ഔറത്ത് ഇഷ്ടം പോലെ കാണിച്ചു കൊടുക്കുക. ഒരു പേടിയും ആ വിഷയത്തിലില്ല. അതുപോലെ തന്നെ കുളിപ്പിക്കുക. പ്രസവിച്ച സ്ത്രീകളെ കുളിപ്പിക്കാനായിട്ടൊരു പെണ്ണുണ്ട്. വല്ലാത്ത തട്ടിപ്പ് ഞാൻ പറയുന്നില്ല. പ്രസവിച്ച സ്ത്രീകൾ നല്ലൊരു ഭാഗം തട്ടിപ്പിലാണ് കിടക്കുന്നത്. ഓൾക്ക് അത്ര പ്രശ്നമൊന്നുമില്ലാത്ത പല സ്ത്രീകളും സ്വയം എണ്ണ തേക്കാൻ കഴിഞ്ഞാലും മറ്റൊരാളെ കൊണ്ടാ തേക്കുക. ഔറത്തിന്റെ ഭാഗത്ത് മറ്റൊരാളെ കൊണ്ട് എണ്ണ തേക്കാൻ സമ്മതം കൊടുക്കാൻ പറ്റൂല. നമ്മൾ തന്നെ സ്വയം തേക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ തന്നെ തേക്കണം. ഔറത്തിന്റെ ഭാഗത്ത് മറ്റൊരാളെ കൊണ്ട് വരതിക്കാൻ പാടില്ല. ഇതല്ലേ ഇസ്ലാമിന്റെ നിയമം. അതിന്റെ അപ്പുറം പറഞ്ഞ ഒരു ഇമാമും ഇല്ല, ഒരു മദ്ഹബും ഇല്ല. സ്ത്രീകൾക്ക് അങ്ങനെയല്ല. തല മുതൽ കാലടി വരെ എഴുതി കൊടുക്കാൻ 40 ദിവസത്തിന് ഒരാള്. പറ്റൂലമ്മമാരെ, പറ്റൂല. അത് ഹറാമാ, അത് ചെയ്യാൻ പാടില്ല. പുരുഷനുമായി ഔറത്തുണ്ട്. സ്വന്തം നമുക്കൊരു ഔറത്തുണ്ട്. ഏതാ? റൂമിന്റെ ഉള്ളിൽ വാതിലൊക്കെ കുറ്റിയിട്ടാൽ പാടെ ഡ്രസ് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. ഫത്തുഹുൽ മുഈൻ എടുത്ത് നോക്ക്. ഔറത്ത് മറക്കണം. ഒറ്റക്കായൽ ഒരു ജഡ്ഡിയെങ്കിലും വേണം. മുന്തുവാരവും ബിന്ദുവാരവും മറക്കണം. അത് തുറന്നിടണമെങ്കിൽ എന്തെങ്കിലും ആവശ്യം വേണം. വല്ലാത്ത ചൂട്, വല്ലാത്ത പ്രയാസം, ഒഴിവാക്കാം. അല്ലെങ്കിൽ മരുന്ന് തേക്കണം, ഒഴിവാക്കാം. സ്വന്തം റൂമിലാകുമ്പോൾ ആരും കാണാനില്ലെങ്കിലും ഈ ഭാഗങ്ങൾ മറക്കണം. മുന്നും പിന്നും മറക്കണം. അതാരില്ലെങ്കിലും മറ്റൊരാളെ മുമ്പിൽ മുട്ടും പുക്കളിന്റെ ഇടയിലുള്ള സ്ഥലം മറക്കണം. മറ്റൊരാളെന്ന് പറഞ്ഞാൽ ഭാര്യയും പിന്നെ വെള്ളാട്ടിയുണ്ട്, അത് നമ്മളവിടെ ഇല്ലല്ലോ. ഭാര്യയല്ലാത്ത ആരൊക്കെയുണ്ടോ, ഉമ്മയാലും ഉപ്പായാലും, അവരിടയിലൊന്നും അത് വെളിവാക്കാൻ പാടില്ല. മക്കളുടെ ഇടയിൽ മുട്ടുപുക്കളുടെ ഇടയിലുള്ള സ്ഥലം വെളിവാക്കാൻ പാടില്ല ഉമ്മാക്കും ഉപ്പാക്കും. പല ആളുകളും വീട്ടിലൊക്കെയുള്ള ജീവിതത്തിൽ ജഡ്ഡിയിടുമ്പോൾ, ട്രൗസർ ഇടുമ്പോൾ ഒക്കെ തുണി അങ്ങ് മാറ്റിവെച്ചിട്ടാ അവര് ധരിക്കുന്നത്. അത് ഹറാമാണ്. ചെറിയ തെറ്റാണെങ്കിലും ഹറാമാണ്, നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് തമ്മിൽ ഔറത്തുണ്ട്. സ്ത്രീകൾക്ക് തമ്മിൽ ഔറത്തുണ്ട്. ഒരു പെണ്ണിനിക്ക് പുരുഷന്മാരെക്കൊള്ള നോക്കിയിട്ട് അവളുടെ ശരീരം മുഴുവനും ഔറത്ത്. അന്യ പുരുഷന്മാരെക്കൊള്ള നോക്കിയിട്ട് അവളുടെ തൊട്ടാൽ ഒന്നും മുറിയാത്ത ആളുകൾ, ഉപ്പ, ആങ്ങള പോലുള്ള ആളുകളെ കൊള്ള നോക്കിയാൽ അവളുടെ മുട്ടുപുക്കളുടെയിൽ മാത്രമേ അവൾ മറക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള ഭാഗം കാണിക്കുന്നതിന് തെറ്റില്ല. പിന്നെ മോശപ്പെട്ട സ്ത്രീകൾ, വൃത്തികേടൊക്കെ ചെയ്ത് നടക്കുന്ന, വേണ്ടാത്തതിനൊക്കെ കൂട്ടുനിൽക്കുന്ന സ്ത്രീകൾ, അതുപോലെ തന്നെ അതുപോലുള്ള സ്ത്രീകളാണെങ്കിൽ ആ സ്ത്രീകളെ തൊട്ട് ഇവൾ അടുക്കളയിൽ ജോലി ടൈമിൽ വെളിവാക്കുന്ന ഭാഗം മാത്രമേ വെളിവാക്കാൻ പാടുള്ളൂ. ഒരു അമുസ്ലിം സഹോദരിയെ തൊട്ടും അങ്ങനെ അവൾ വെളിവാക്കാൻ പാടുള്ളൂ.
വീട്ടിൽ നിന്ന് ജോലിക്ക് വരുന്ന സ്ത്രീകൾ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഒരിക്കലും മുസ്ലിം പെണ്ണിനെ അവൾക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല. ഇത് ഫിഖഹിന്റെ കിതാബിലൊക്കെ പറഞ്ഞതാ. ശരീരത്തിന്റെ ഭാഗത്തിൽ കഴുത്ത് അടങ്ങുന്ന തലയുടെ ഭാഗം, കൈ മുട്ട് മുതൽക്കുള്ള വിരൽ വരെയുള്ള ഭാഗങ്ങൾ, അതുപോലെ കാലുമുട്ട് മുതൽ വിരൽ വരെയുള്ള ഭാഗങ്ങൾ, ഇതാണ് ജോലി ടൈമിൽ വെളിവാക്കൽ. സ്വന്തമായുള്ള ടൈമിൽ വെളിവാക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലങ്ങൾ ഒരു മോശപ്പെട്ട പെണ്ണിനോ അല്ലെങ്കിൽ അമുസ്ലിം സഹോദരിക്കോ കാണുന്നതിന് തെറ്റില്ല. മറ്റുള്ള ഭാഗങ്ങൾ നിർബന്ധ സാഹചര്യങ്ങളിലല്ലാതെ കാണിക്കാൻ പാടില്ല. ഡോക്ടർമാരൊക്കെ ചിലപ്പം നിർബന്ധിതരാണെങ്കിൽ കാണും. ഈ ഒരു ചിന്തയൊന്നും നമുക്കില്ല സഹോദരന്മാർ. അതുപോലെ തന്നെ ചെറുപ്പക്കാര്, പൂക്കൾ വെളിവാക്കാത്ത ആളുകൾ ആരാണ്? പൂക്കൾ തന്നെയല്ലേ പറയാ? പൂക്കൾ വെളിവാക്കാത്ത ആളാരാ? എനിക്ക് ഇവിടുത്തെ പ്രയോഗത്തിന്റെ തെറ്റിപ്പോണ്ട് അറിയില്ല. പൂക്കള് അത് ഔറത്തിന്റെ ഭാഗമാണ്. പൂക്കള് മുതൽ മുട്ടുവരെയാണ് ഔറത്തിന്റെ ഭാഗം. അധിക ആളുകളും വീട്ടിന്റെ ഉള്ളിൽ നിന്ന് തുണിയെടുക്കുന്നത് പൂക്കളുടെ താഴെയാണ്. അധിക ആളുകൾ, എന്റെ ഉസ്താദൊക്കെ അവരുടെ ചെറിയ മക്കൾ 7 വയസ്സാകുമ്പോൾ തന്നെ കർക്കശമായി പൂക്കളിന്റെ മുകളിൽ തുണിയെടുത്ത് പരിചയിപ്പിക്കുന്ന ഞാൻ കണ്ടതാ. ഇപ്പോഴും ആ മക്കൾ അങ്ങനെ തന്നെ ഉടുക്കുന്നത്. പൂക്കളിന്റെ താഴെയാണെന്ന് അധിക ആളുകളുടെയും പാന്റ് ഉള്ളത്. കുപ്പായിടുമ്പോ പ്രശ്നമില്ല. അല്ലാത്ത ടൈമിൽ വീട്ടിൽ ഭാര്യയില്ലാത്ത ഉമ്മക്ക് പോലും കാണാൻ പാടില്ലാത്ത ഏരിയയാണ് പൂക്കളിന്റെ താഴെ ഭാഗം. അതുപോലെ തന്നെ പൂക്കളിന് നേരെ ഒരു വര കൊടുത്താൽ വട്ടത്തിൽ വരുന്ന ഒരു വരയുടെ അടിയിൽ വരുന്ന ഫുൾ സ്ഥലവും അത് ഔറത്താണ്. പൂക്കൾ മറച്ച് തുണി എടുക്കുന്നവരുണ്ടോ? അങ്ങനെ പേണ്ടിടുന്നവരുണ്ടോ? ഇല്ല. ഇതൊക്കെ ഹറാമുകളാണ്. ഈ ഹറാമ് പതിവാക്കിയാൽ അവൻ ഫാസിഖായ, അവനെ സാക്ഷിക്ക് പറ്റൂല. അവൻ ഫാസിഖാണ്. അവൻ നസുഹായ തൗബദിയായ റബ്ബുനെ സ്വീകരിക്കൂല. ഈ അവസ്ഥ ചിന്തിച്ചാൽ എന്തായിരിക്കും സഹോദരന്മാരെ നമ്മുടെ നാടിന്റെ ഒക്കെ അവസ്ഥ? സ്ത്രീകൾക്ക് ഒരു പ്രശ്നമില്ല. അവളുടെ കഴുത്ത്, സ്ത്രീകൾക്ക് മുഖവും മുൻകൈയും അതടക്കം മറക്കണമെന്നാണ് ഷാഫി മദ്ഹബിൽ ബലപ്പെട്ട അഭിപ്രായം. ഇനി എല്ലാ ഇമാമിങ്ങൾ അഭിപ്രായമൊക്കെ നിനക്ക് ഞാൻ പറഞ്ഞുതരാണെങ്കിൽ തന്നെ മുഖവും മുൻകൈയും മാത്രമേ തുറക്കാൻ അവകാശമുള്ളൂ. അതങ്ങനെ അവകാശം ഇല്ല. വളരെ ന്യൂനപക്ഷ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചില രേഖകൾ വെച്ചുകൊണ്ട് മുൻകൈയും മുഖവും തുറക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. തുറന്ന മുഖത്തേക്ക് മുൻകൈയിലേക്ക് നോക്കാൻ പറ്റൂല, അതല്ല, അത് അവൾക്ക് തുറക്കാം എന്ന അഭിപ്രായമുണ്ട്. അതെ, ആ അഭിപ്രായം അനുസരിച്ച് ഒരു പെണ്ണ് ജീവിക്കാന്നൊക്കെ. എന്നാൽ കഴുത്ത് തുറക്കാൻ അഭിപ്രായമില്ല, മാറ് തുറക്കാൻ അഭിപ്രായമില്ല, കാല് തുറക്കാൻ അഭിപ്രായമില്ല. നമ്മുടെയൊക്കെ ഭാര്യമാരുടെ അവസ്ഥ എന്ത്? അന്യപുരുഷന്മാർ, ഭർത്താവിന്റെ അനുജൻ, ജേഷ്ഠൻ, ഒന്ന് സ്വന്തം ആങ്ങളമാരെ പോലെയാണ് അവരുമായുള്ള ജീവിതം. അവരുമായിട്ട് കൂടെ ഭക്ഷണം കഴിക്കുന്നവർ വരെയുണ്ട്. ഹോട്ടലിൽ ഇരിക്കുമ്പോ ഈ വായുടെ ഉൾഭാഗം കാണാൻ പറ്റൂല. മുഖം കാണാറിനാലും ഉള്ളു കാണാൻ പറ്റൂല. മുഖം തുറന്ന്, അതുപോലെ തന്നെ കല്യാണത്തിലൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആണും പെണ്ണും ഇരുന്നിട്ടല്ലേ. ഹജ്ജിന് പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഏരിയയിൽ പോയാൽ അറിയാം ഹജ്ജിന്റെ കോലം. അതല്ലേ ഹജ്ജ് ചെയ്തതിന്റെ ഒരു ഫായിദയും കിട്ടാതെ വരുന്നത്. ഹജ്ജിന് പോയിട്ട് പുരുഷന്മാരൊരു ടേബിളില്, സ്ത്രീകളൊരു ടേബിൾ, ഒരേ സ്ഥലത്ത്, മുഖം വെളിവാക്കി, കഴുത്ത് വെളിവാക്കി, കൈ വെളിവാക്കി. ഭക്ഷണം കഴിക്കുമ്പോൾ മുൻകൈ മാത്രമല്ലല്ലോ വെളിവാക്കുക, അല്പകത കയറ്റി വെക്കും. ഹറാമല്ലേ? ആർക്കുണ്ട് ചിന്ത? ഉമ്മമാരെ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകണമെന്ന ബോധം നമുക്ക് വേണം. തൗബ ചെയ്യണം ഇതിൽ നിന്നെല്ലാം. വളയിടുക, അന്യപുരുഷന്മാര് തൊടുന്നതിൽ പേടില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലൻ യുതഅന അഹദുക്കും ഫീ റഅസിഹി ബിമിസ്മാരിൻ ഖൈറുൽ ലഹു അൻ യമസ്സ ഇംറഅതൻ അജ്നബിയ്യ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നിങ്ങളുടെ തലയിൽ ആണി അടിച്ച് ഇറക്കുമെന്നൊരാള് പറഞ്ഞ് ഭീതിപ്പെടുത്തി. ഒരു പെണ്ണിനെ തൊട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആണി അടിക്കാൻ സമ്മതിക്കണേ, എന്നാലും ഒരു അന്യ പെണ്ണിനെ തൊടാൻ പാടില്ല. ആർക്ക് പേടിയുണ്ട്? വളക്കച്ചവടക്കാരൻ വന്നാൽ, ജ്വല്ലറിയിൽ പോയാൽ അതാ കൈക്കൊത്ത വളയാണോ ആ വിൽക്കുന്നവൻ, ആ കടക്കാരല്ലെങ്കിൽ അവിടെയുള്ള ജോലിയുള്ളവൻ, അവനതാ ഇവിടെ കൈ പിടിച്ചിട്ട് ആ വളയിട്ട് കൊടുക്കുന്നത് കടുത്ത ഹറാമാണ്. അല്ലാഹു പൊരുത്തപ്പെടില്ല. അത് ഏത് കല്യാണത്തിന് വേണ്ടി നടത്തുന്നോ ആ കല്യാണത്തിൽ എനിക്ക് ബർക്കത്തുണ്ടാവില്ല. ആർക്ക് പേടിയുണ്ട്? മുടി കറുപ്പിക്കാത്തവരുണ്ടോ? ഇന്നെത്ര പ്രായമായാലും മുടി അതാ നല്ല കറുത്ത മുടിയാണ്. അല്ലാത്ത എത്ര പ്രായാലും വല്ലാത്തൊരു ആശ്ചര്യമുള്ള കാലം. എല്ലാവരും മുടിയും കറുത്തിട്ട് വെളുത്ത മുടിയാനില്ല. തസ്വീദു ശഅർ, മുടി കറുപ്പിക്കലിന് അല്ലാഹുവിന്റെ റസൂൽ വല്ലാതെ എതിർത്തലാ. പാടില്ല. മുടിക്ക് ചായം കൊടുക്കാം. ഏത് ചായം?
മൈലാഞ്ചി ചായമല്ല, മൈലാഞ്ചി ചായം കൊടുക്കാം എന്നല്ലാതെ കറുത്ത ചായം കറുത്ത മൈലാഞ്ചിയായാലും കറുത്ത ചായം മുടിക്ക് കൊടുക്കൽ കടുത്ത ഹറാമാണ്, പാടില്ല സഹോദരന്മാരെ. പ്രായമായ പേടി ചിലർക്ക്, ഭാര്യമാർക്ക് വെറുപ്പ് വരുന്നത്, ജോലി പോകുന്നത്, അതൊന്നും പറ്റൂല. യുദ്ധാവശ്യത്തിന് വേണ്ടി മാത്രം ഇസ്ലാം മുടിക്ക് ചായം കൊടുക്കൽ, കറുത്ത ചായം കൊടുക്കൽ അനുവദിച്ചിട്ടുണ്ട്. മൈലാഞ്ചി മുടിക്ക് കൊടുക്കല്, താടിക്ക് കൊടുക്കലൊക്കെ സുന്നത്താണെന്ന് ഹദീസിൽ കാണാം. സ്ത്രീകളെ കാണുന്ന ഒരു ബേജാറുമില്ല, ഏത് പെണ്ണിനും കാണും. ഒരു പ്രശ്നമില്ലാത്തൊരു കാലം, ഇത് പറയാനും ആളില്ല. ഒരു കോളേജാണെങ്കിൽ ഒരു പക്ഷേ അത് മത കോളേജായിരിക്കും, മദ്രസയിലും വേണ്ടിയില്ല, എന്തായാലും വേണ്ടിയില്ല, ഇരിക്കിങ്ങട്ട് എല്ലാവരും ഇരിക്കും. ഉമ്മമാരൊക്കെ വരിക, എന്നിട്ട് ഒരു മിനിറ്റ് ഉസ്താദ് അങ്ങനെ പ്രസംഗിക്കാം. ഒരൊറ്റ സ്റ്റേജിൽ ഒരു മറയില്ല, നേരെ ആ സ്ഥാപനത്തിനുള്ളിൽ തന്നെ ഉമ്മമാരെ കൊണ്ടു നിർത്തിയിട്ട് അവർക്ക് അങ്ങനെ പ്രസംഗം നടത്താം. ഒരിക്കലും ഇസ്ലാം അത് അനുവദിക്കുകയില്ല. അതുപോലെ തന്നെ സ്റ്റാഫ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്കൂളില്, മുസ്ലിം മാനേജ്മെന്റിലുള്ളവർക്ക് ഞാൻ പറയുന്നത്, അതും ഓരോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിലുള്ള സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്താ? അതിലൊരു പക്ഷേ സഖാഫിയായിരിക്കും, അഹ്സനിയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിരുദധാരികളായിരിക്കും. അവരെ മുമ്പിലിരിക്കുന്നത് ഈ സ്ത്രീകളായ ടീച്ചർമാർ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവരുമായിട്ട് എങ്ങനെയാണ് മദ്രസ കൊണ്ടുപോകേണ്ടത് ചർച്ച ചെയ്യുകയാണ്. ഇസ്ലാം ഇത് ഒരിക്കലും അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു സുന്നത്ത് ജമാഅത്ത് ഇസ്ലാമിലില്ല. ഏത് ഈക്കും പറഞ്ഞിട്ട് കാര്യമില്ല ആ വിഷയത്തിൽ. ഏത് ആളെ പേര് പറഞ്ഞിട്ടും കാര്യമില്ല. അള്ള പറയാത്തത് ഈ രണ്ടാൾക്കാരും പറയില്ല. അങ്ങനെ പറഞ്ഞാൽ രണ്ടാൾക്കാരും അതിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാരാവില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകളെ കൊണ്ട് പ്രസംഗിപ്പിക്കുകയോ ഏത് ഗേൾസ് സ്കൂളിലും പറ്റൂലത്, ഏത് ഗ്രൂപ്പിലും പറ്റൂല. സ്ത്രീകളെ കൊണ്ട് പരസ്യമായി പ്രസംഗിക്കുകയോ അള്ളാഹു പൊരുത്തപ്പെടാത്തത്, ഇത് പറ്റൂല. ഇത് അള്ളാഹു പൊരുത്തപ്പെട്ടിട്ടില്ല. ആര് ചെയ്തിട്ടും കാര്യമില്ല, എങ്ങനെ നേരിട്ടും കാര്യമില്ല, ഏത് പത്രത്തിലുണ്ടായിട്ടും കാര്യമില്ല. അള്ള പറയാത്തത് ചെയ്യരുത്, അള്ള അനുവദിക്കാത്തത് അതും പരസ്യമായിട്ട് ചെയ്യാം. തെറ്റ് ചെയ്യാണെങ്കിൽ രഹസ്യമാക്കി റബ്ബിനെ പരിഹസിക്കാതെ ചെയ്യാൻ തരക്കടില്ല. പരസ്യമൊക്കെ ചെയ്തിട്ട് പരസ്യ പത്രത്തിൽ വിടാം. ഇന്നവൾ പ്രസംഗിച്ചു, ഇന്നതൊക്കെ പ്രസംഗിച്ചു. ഇസ്ലാമിന്റെ പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. നാം പേടിക്കണം സഹോദരന്മാരെ. ഇത് കാലം വല്ലാത്ത കാലം. ദീനിന്റെ പേരിൽ വേണ്ടാത്ത ഹറാമുകൾ മുഴുവനും മതമാക്കിയ കാലം. വീടിന് മതിൽ വെക്കുന്നത് എന്തിനാ? എല്ലാരും മതിലും എങ്ങനെയാ? ഒരു മനുഷ്യനെ കാണാതിരിക്കാനാ ഒരു മുസ്ലിമായ മനുഷ്യൻ മതിൽ വെക്കേണ്ടത്, വീടിന്റെ ചുറ്റും മതിൽ വെക്കേണ്ടത്. അവന്റെ കമ്പൗണ്ടിലേക്ക് നായ കയറാതിരിക്കാനും മൂരി കയറാതിരിക്കാനല്ല, സ്വത്ത് സംരക്ഷിക്കാനല്ല. അതിന്റെ അപ്പുറമുള്ള എന്റെ ഭാര്യയെ കാണരുത്, എന്റെ പ്രായപൂർത്തിയെത്തിയ മക്കളെ കാണരുത്, എന്റെ സഹോദരിയെയും ഉമ്മയെയും അന്യപുരുഷൻ കാണരുത് എന്ന നിലക്ക് മതിൽ വെച്ചവർ ആരുണ്ട് എന്റെ സദസ്സിൽ? ഉസ്താദുമാരുമില്ല, ശിഷ്യന്മാരുമില്ല, ആരുമില്ല. മതില് ഒരു പരിധി വരെ. അവിടുന്ന് കാണാൻ സൗകര്യം വേണം. ഞാൻ ഓർക്കുന്നു, ചാലിയത്തിന് മുദരിസായി പോയിട്ട് 10-20 വർഷമായി. അവിടെ അന്ന് ചെന്ന ടൈമിൽ ഓരോ വീടിന്റെ ഭാഗത്തുമുള്ള വൻ മതിലുകൾ ഇന്ന് ചെറുപ്പക്കാര് വാപ്പാര് മരിച്ചു പോയപ്പോ അതിന്റെ പകുതിയായി ചുരുങ്ങി പൊളിച്ചിട്ട് അവിടുന്ന് കാണാനുള്ള സൗകര്യം, അല്ലെങ്കിൽ അതിനെ പറ്റിയ കാണാൻ പറ്റിയ മറ്റ് കിളിവാതിലൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുന്നു. കാണാൻ ചന്തം വേണം, സ്വത്ത് സംരക്ഷിക്കണം. ഇതാണ് വാസ്തവത്തിൽ ഇന്ന് മതിൽക്കെട്ടുകളുടെ ഉള്ളിൽ വീട് വെക്കുന്നതിന്റെ താല്പര്യം. ഗേറ്റിന്റെ അവസ്ഥ, ഒരു ഗേറ്റിലും കാണാൻ സൗകര്യമില്ലാത്ത ഗേറ്റ് ഇല്ല. അതിലൂടെയാണ് നോക്കിയാൽ പുറത്ത് കാണും. ഇപ്പൊ ഇവിടെ ഗേറ്റ്, ഇതിപ്പോ പള്ളിന്റെതാ പ്രശ്നമല്ല, ഭംഗി വേണം, ഇതേ ഉള്ളൂ. ഒന്നായിട്ട് മറയായ ഗേറ്റ് ഏതെങ്കിലും വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ അരക്ക് മുകളിൽ മറയുണ്ടാകും, അരക്കടിയിൽ മറയില്ല. ഇതിലൂടെ അങ്ങ് നോക്കിയാൽ ഒരു പെണ്ണ് അവിടെ മുറ്റമടിക്കുകയാണെങ്കിൽ അവിടെ കാലും കയ്യും കാണുന്ന പേടിയില്ല നിനക്ക്. നീ എന്തിനു വേണ്ടി ഗേറ്റ് വെച്ചു? എന്തിനു വേണ്ടി വെച്ചു നിന്റെ വീട്ടിൽ? അള്ളാഹുവിന്റെ ദീന് നമ്മൾ മറന്നു. നേർച്ച കഴിക്കാനും അതുപോലെ പരിപാടികൾക്ക്, റബീഉൽ അവ്വൽ പരിപാടികൾക്ക് നമ്മൾ മുന്നിലാ. അള്ളാഹുവിന്റെ ദീൻ കളഞ്ഞു വിളിച്ചിട്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. അതുപോലെ തന്നെ സ്ത്രീകളുടെ യാത്ര ഒരു പേടിയില്ല, ഹറാമല്ലേ? അള്ളാഹുവിന്റെ സുന്നത്തിന് ഗൗരവം പറഞ്ഞു. സ്ത്രീകൾ യാത്ര ചെയ്യുന്നത്, ബസ് കയറാൻ ഒറ്റക്ക് പോവുക പാടില്ല. 132 കിലോമീറ്റർ അപ്പുറമുള്ള യാത്രയാണെങ്കിൽ അവളുടെ ഭർത്താവോ അല്ലെങ്കിൽ തൊട്ടാൽ ഒന്നു മുറിയാത്ത ആളോ വേണം കൂടെ, അല്ലാതെ യാത്ര ഹറാമാ. അതിന് നീ ഉംറക്ക് പോകണമെങ്കിലും വേണ്ടിയില്ല, വാജിബായ നിർബന്ധമായ ഹജ്ജ്, നിർബന്ധമായ ഉംറ, അത് ഒന്നേ ഉള്ളൂ.
അത് ഒരു ഉംറയും ഒരു ഹജ്ജുമേ ഉള്ളൂ. ആ ഒരു ഹജ്ജും ഒരു ഉംറക്കും മറ്റ് സ്ത്രീകൾ ഉണ്ടായാലും മതി. ബാക്കി സുന്നത്തായ ഉംറക്ക് പോകുന്നതും സുന്നത്തായ ഹജ്ജിന് പോകുന്നതും സിയാറത്ത് യാത്രക്ക് പോകുന്നതും അജ്മീർ പോകുന്നതും ഏത് മഹാന്റെ മഖാമിലേക്ക് പോകുന്നതും കൂടെ ഭർത്താവോ തൊട്ടാൽ മുറിയാത്ത ആളോ ഇല്ലെങ്കിൽ പറ്റില്ല. ഇത് 132 കിലോമീറ്റർ അപ്പുറമാണെങ്കിൽ, 132 കിലോമീറ്ററിന്റെ ഉള്ളിലാണെങ്കിൽ പറ്റില്ല എന്നതാണ് ബലപ്പെട്ട അഭിപ്രായം. എന്റെ ഭാര്യയൊന്നും പോകാറില്ല. ഒന്നുകിൽ ഞാനുണ്ടാവും, അല്ലെങ്കിൽ മോനുണ്ടാവും, ഇല്ലെങ്കിൽ എവിടേക്കും പോകില്ല. 132 കിലോമീറ്ററിന്റെ ഉള്ളിൽ ചാവക്കാട്ടേക്ക് ഇവിടുന്ന് പോകുക. ഇവിടെ ചാവക്കാട്ടേക്ക് പോകണമെങ്കിൽ പറ്റൂല. കല്യാണത്തിന് പോകുന്ന ഉമ്മമാരെ, പുതുനാരിയുടെ കൂടെ പോകുന്ന ഉമ്മമാരെ, ഡ്രൈവർ നിങ്ങളുടെ സഹോദരനാണോ നിങ്ങളുടെ ഭർത്താവാണോ? പിന്നെ അടിച്ചു കയറുകയല്ലേ? ഈ കടുത്ത ഹറാമുകൾ ചെയ്ത കല്യാണത്തിലുള്ള ബർക്കത്തുമുണ്ടോ? അത് തന്നെയല്ലേ അതിലുണ്ടായ മക്കൾ വല്ല തഖ്വയിലേക്ക് എത്തുന്നുണ്ടോ? അവർക്ക് ഭാര്യ ഉണ്ടായതുകൊണ്ട് വല്ല ഫലവുമുണ്ടോ? ഭാര്യയെ കൊണ്ടൊരു ഫലവുമില്ല, അപ്പുറമുള്ള പെണ്ണിനെ കൊണ്ടോ അവർക്ക് ഫലം. ഇതെന്റെ ബർക്കത്ത് പോയി കല്യാണത്തിന്റെ രംഗത്ത്. ഹറാമുകൾ കലർന്നുകൊണ്ടായിരുന്നു നിന്റെ കല്യാണം. ആ വീട്ടിലേക്ക് റഹ്മത്ത് ഇറങ്ങിയില്ല. ഭാര്യയെ കൊണ്ട് മതിയാകുന്നില്ല. ഭാര്യയെ കൊണ്ട് അവന് ലൈംഗിക താല്പര്യങ്ങൾ തീരാത്ത അവസ്ഥയിലേക്ക് എത്തി. എന്തേ ബറക്കത്ത് പോയി നിക്കാഹില്? നിക്കാഹ് ചെയ്തതും ഹറാമ്, പെണ്ണ് പോയതും ഹറാമ്, അവളെ കൊണ്ടുവന്നതും ഹറാമ്, മുഴുവനും ഹറാമിലേക്ക് എത്തി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റുബ്ബദാഇൻ, എത്രയെത്ര ഇബാദത്ത് എടുക്കുന്നവരുണ്ട്. യഖൂലു യാ റബ്ബി യാ റബ്ബ്, പടച്ചോനെ പടച്ചോനെ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണവൻ. നല്ല ആഖിറാണവൻ. പക്ഷേ മത്അമുഹു ഹറാം വമഅ്കലുഹു ഹറാം, അവൻ തിന്നുന്നത് ഹറാമ്. തൊട്ടും നമ്മൾ പറഞ്ഞു, കാശ് വരുന്നുണ്ടോ പലിശയിലൂടെ അല്ലാതെ കിട്ടാൻ പ്രയാസം, കിട്ടാത്തൊരവസ്ഥ. അങ്ങനെയാണ് എടുക്കുന്നത്. പേടിയില്ലായിരിക്കും. ഞാൻ ഈ ഷെയർ ചെയ്യുന്നു, ഇത് ഷെയർ ചെയ്യുന്നു, നല്ല നോക്കിയാൽ പലിശ കൊടുത്തത്. ഷെയറിന്റെ നിയമം ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞു. അവന്റെ ഭക്ഷണവും അവന്റെ വസ്ത്രവും അവന്റെ പാർപ്പിടമൊക്കെ ഇതിലൂടെ സംഭരിച്ചതാ. ഹറാം, ഹറാമ് കൊണ്ട് ഊട്ടപ്പെട്ടിരിക്കുന്നു അവൻ. അന്നായിസ്തജാബ്, അവൻ എവിടുന്ന് കബൂല് കിട്ടാനാ? എവിടുന്ന് അവൻ അല്ലാഹു സ്വീകരിക്കാനാ? ആരും ഇതിലേക്ക് ചിന്തിക്കുന്നവരില്ല. സ്ത്രീകളുടെ സുബ്ഹാനല്ലാഹ്, സ്ത്രീകളുടെ ചിത്രങ്ങൾ കല്യാണം നടക്കുകയാണെങ്കിൽ അടുക്കളയിൽ ചിത്രം എടുക്കുക, പുതുനാരി ഇറങ്ങുന്ന ചിത്രം എടുക്കുക, കൊണ്ടുപോകുന്ന ചിത്രം എടുക്കുക. ആർക്ക് ബേജാറുണ്ട്? അതിനായിട്ട് ഒരു ആളെ വാടകയ്ക്ക് കൊണ്ടുവന്ന് നിർത്തിക്കാം, മകനിക്ക് ഗൾഫിലേക്ക് എത്തിച്ചു കൊടുക്കാനാ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയൊക്കെ അന്യ സ്ത്രീകളുടെ ചിത്രങ്ങൾ പകർത്തുന്നത് അന്യൊരുത്തൻ. എന്നിട്ടത് റൂമിലിട്ട് എല്ലാവരും കൂടി കാണുകയാണ്. കല്യാണമത്രേ. അള്ളാഹു പൊരുത്തപ്പെടാത്തതാണ് മുഅ്മിനീങ്ങളെ ഇതൊക്കെ. അതുപോലെ തന്നെ ടാക്ടൈൽസുകളുടെ അവസ്ഥ എന്താ? മുസ്ലിം തുണിക്കടകളുടെ അവസ്ഥ എന്താ? അതിൽ മനുഷ്യകോലങ്ങൾ വെച്ചിരിക്കുക. മനുഷ്യകോലം, 3-4 ആണുങ്ങൾ ഒരു ഭാഗത്ത്, 3-4 സ്ത്രീകൾ ഒരു ഭാഗത്ത്. എന്നിട്ട് ഈ ഡ്രസ്സിന്റെ പരസ്യം അത്രേ. ഇങ്ങനെ നിൽക്കാം, നേരം വെളുത്ത് വൈകുന്നേരമാണ്, വൈകുന്നേരമായി നേരം വെളുക്കോളം ഈ കടയിൽ നിൽക്കുന്നത് പ്രതിമകൾ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ വല്ലാത്ത വൻകുറ്റമായി പറഞ്ഞ കാര്യമാണത്. ഈ പ്രതിമയെ നിന്റെ കടയിൽ സൂക്ഷിച്ചത് അത് ഹറാമാണെന്ന് നീ മനസ്സിലാക്കണം. നിന്റെ കട കൊണ്ട് കിട്ടുന്ന ഒന്നിലും നിനക്ക് ബർക്കത്തുണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വെറുപ്പ് നിനക്ക് നിത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. നിന്റെ കടയിൽ അത് എടുത്തു വലിച്ചത് മനുഷ്യകോലങ്ങൾ. ഇത് പറയുന്നില്ല ഒരു മനുഷ്യന്റെ പ്രസംഗത്തിൽ. അതൊക്കെ ഒരു അനുവദിക്കപ്പെട്ട പോലുള്ള, കാരണം അത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് തന്റെ നേതാവാ. പിന്നെ എങ്ങനെ പറയും? ചെല്ലുമ്പോ ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോ തങ്ങൾ പറഞ്ഞാ പ്രശ്ന. ഉദ്ഘാടനം ഇല്ലാവോ? എന്തുദ്ഘാടനം? എന്തുദ്ഘാടനം? ഹലാലല്ലാത്തിന് ഉദ്ഘാടനം ചെയ്തിട്ട് എന്ത് കാര്യം? കാഴ്ച നമ്മുടെ ഷോക്കേസുകളിലൊക്കെ പ്രതിമകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എത്ര വീടുകളില്ല റഹ്മത്ത് ഇറങ്ങൂല അവിടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തൻസിലുൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങുകയില്ല. ഒരു വീട്ടിൽ നായുണ്ടെങ്കിൽ, അവിടെ രൂപമുണ്ടെങ്കിൽ, ചിത്രങ്ങളുണ്ടെങ്കിൽ, അവിടെ ഉണ്ടെങ്കിൽ അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങൂല. ഫോട്ടോഗ്രാഫർ കൊണ്ടെടുത്ത ചിത്രം, നമ്മളൊക്കെ പത്രത്തിലൊക്കെ കാണുന്ന ചിത്രം, ആ ചിത്രത്തിൽ പണ്ഡിതന്മാരുടെയിൽ തർക്കമുണ്ട്. അത് പറ്റുമോ പറ്റൂല, തർക്കമുണ്ട്. ഞാൻ തർക്കമില്ലാത്തതാ പറയുന്നത്. പ്രതിമയായുള്ള ചിത്രം, തടിയുള്ള ചിത്രത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാൻ പത്രങ്ങളിലുള്ള ചിത്രമോ അല്ലെങ്കിൽ നമ്മളെ പാസ്പോർട്ടിലൊക്കെ കൊടുക്കുന്ന ചിത്രം, ആ മോഡൽ ചിത്രമല്ല ഞാൻ പറയുന്നത്. ഫോട്ടോഗ്രാഫർ കൊണ്ടെടുത്ത ചിത്രമല്ല,
തടിയായി ഉണ്ടാക്കിയ ചിത്രങ്ങൾ, തത്ത, അതുപോലെ തന്നെ താറാവ്, അതുപോലെ തന്നെ കുരങ്ങ്, ഇതൊക്കെ വീടിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിക്ക. നായ, പട്ടി, പൂച്ച. കുട്ടികൾക്ക് നായയോട് വെറുപ്പില്ല. ചെറുപ്പത്തിലെ നായയുടെ പ്രതിമ കിട്ടി, അവനതുമായി ചുംബിച്ചു നടന്നു. അത് അവന്റെ ശരീരത്തിനെ കൊണ്ടു നടക്കുക. എന്നിട്ട് പിന്നെ നായയോട് എനിക്ക് എങ്ങനെ വെറുപ്പുണ്ടാകും? ഇതൊക്കെ പാശ്ചാത്യ സംസ്കാരങ്ങൾ. മുസ്ലിം മക്കളുടെ ഈമാൻ ഇവിടെ എടുത്തു മക്കളെയാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഈ കളിപ്പാവകളെ കൊണ്ടുള്ള കച്ചവടം തന്നെ അനുവദനീയമല്ല. മനുഷ്യകോലത്തിലുള്ള കുട്ടികൾ, അഥവാ നമ്മളെ ലാബിൽ ബനാത്ത് എന്ന് കിതാബിലൊക്കെ പറയും, മനുഷ്യന്മാരുള്ള കുട്ടികൾ, അതിന് പാവക്കുട്ടി എന്ന് പറയും. ഈ കുട്ടിയെ വാങ്ങാൻ പറ്റുമോ? രണ്ടഭിപ്രായമുണ്ട്. അത് ഷാഫി മദ്ഹബിൽ വാങ്ങാം. മനുഷ്യകോലത്തിലുള്ള പാവക്കുട്ടിയെ വാങ്ങാം ഷാഫി മദ്ഹബിൽ. മാലിക് മദ്ഹബിൽ അതും പാടില്ല. ഷാഫി മദ്ഹബിൽ അത് പറ്റിയ ഒരു പാവക്കുട്ടി മാത്രം, അത് മാത്രമേ അനുവദിക്കുന്നുള്ളൂ. അത് ഒരു കുട്ടിയെ പരിപാലനം എങ്ങനെയെന്ന് കുട്ടികൾക്ക് പഠിക്കാനാകുമെന്നാണ് അതിന്റെ രഹസ്യം പറയുന്നത്. ഏതായാലും അതല്ലാത്ത വേറെ ഏത് പ്രതിമയുണ്ടോ നിന്റെ ഷോക്കേസിൽ എടുത്തിട്ടില്ലെങ്കിൽ നിന്റെ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കില്ല. മുഅ്മിനായ മനുഷ്യ, ഈമാനുണ്ടെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കണം. എടുത്ത് വലിച്ചെറിയത് അത് മക്കൾ കൊണ്ടെന്ന് വെച്ചാണ് ഞാൻ ഒരാളോട് പറഞ്ഞപ്പോ പറഞ്ഞത്. അത് കുട്ടികൾ കൊണ്ടെന്ന് വെച്ചാണ്, ഞാൻ കൊണ്ടെന്ന് വെച്ചല്ല. കുട്ടികൾ കൊണ്ടെന്ന് വെച്ചാൽ അതുപോലുള്ള വല്ല അപകട സാധനം കൊണ്ടെന്ന് വെച്ചാൽ നീ സമ്മതിക്കോ? റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ ഇറങ്ങുന്നില്ലെങ്കിൽ, ഇമാം യൂസുഫ് നബ്ഹാനി പറയുന്നത് കാണാം, അവിടെ റഹ്മത്തിന്റെ മലക്കിറങ്ങില്ലെങ്കിൽ പിന്നെ ഇറങ്ങുന്നത് പിശാചാണ്. പിശാച് നിന്റെ വീട്ടിൽ കുടിയിരിക്കുന്നു. ആ വീട്ടിൽ നീ മരിക്കുകയാണെങ്കിൽ നിനക്ക് ഈമാനോടെ മരിക്കാൻ കഴിയില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ആശിഖായ 100-ൽ പരം ഗ്രന്ഥങ്ങളുടെ രചയിതാവായ ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി. പേടിക്കണം. നമ്മുടെ വീടുകളുടെ ഉള്ളൊക്കെ എന്താണ് അവസ്ഥ? പേടിക്കണം നമ്മള്. ചിലരുടെ വീടിന്റെ കസേരകൾ, അതില് എന്തായാലും പറയാ, കൊശീനൊക്കെ ഉള്ള എന്താ പേര്, സോഫ സെറ്റ്, അതിന്റെ കാല് ഈ നായന്റെ കാല്, അതിന്റെ കാല് പരുന്തിന്റെ കാല്, ഒട്ടകത്തിന്റെ കാല്, നായന്റെ കാല്, ഇതൊക്കെയാണ് കൊടുത്തത്. സിംഹത്തിന്റെ കാല്, സോഫ സെറ്റിന്റെ കാല്. ഒരു കാല് മാത്രം, സിംഹത്തിന്റെ കാല് മാത്രം തടി രൂപത്തിലുണ്ടാക്കുന്നത്, കാല് മാത്രം, അല്ലെങ്കിൽ ഒരു ഒട്ടകത്തിന്റെ, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ കാല് മാത്രം തടി രൂപത്തിലുണ്ടാക്കുന്നത്. ഫോട്ടോ നമ്മൾ ഈ പകർത്തിയെടുക്കുന്ന ചിത്രമല്ല ഞാൻ പറയുന്നത്, അതിൽ തർക്കമുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. തടി രൂപത്തിലുണ്ടാക്കുന്നത് മരം കൊണ്ടായാലും വേണ്ടിയില്ല, മണ്ണുകൊണ്ടായാലും വേണ്ടിയില്ല, എന്തുകൊണ്ടായാലും. കൊക്കൊക്കെ എന്നെ കൊടുന്നിടത്ത് കുറച്ച് വെള്ളമൊക്കെ സൗകര്യം ഉണ്ടാക്കി അതിന്റെ അടുത്ത് 2 കൊക്ക്. കടുത്ത ഹറാമാണത്. അള്ള പൊരുത്തപ്പെടൂല ഇതൊന്നും. ഈ സാധനം, ഈ കാല് ഇങ്ങനെ ചെത്തി ഉണ്ടാക്കിയിട്ട് നല്ല കസേര, അവിടെ നിന്ന് ഒരു ഉസ്താദ് ദ്വാരക്ക, കസേരന്റെ കാലെന്താ? ഈ കുരങ്ങന്റെ കാല്, അല്ലെങ്കിൽ സിംഹത്തിന്റെ കാല്. സുബ്ഹാനല്ലാഹ്. ഒരു കാല് മാത്രമായിരുന്നാലും ഒരു ജീവിയുടെ തടിയുണ്ടാക്കുന്നത് ഹറാമും ബിൽ ഇജ്മാ. അത് രണ്ടഭിപ്രായമില്ലാത്ത ഹറാമാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് കോയ ശാലിയാത്തിയുടെ അൽ ഹുക്മുർ റാസിഖ് ഫീ സുവരിൽ മശായിഖ് എന്ന ഗ്രന്ഥത്തിൽ ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ പറഞ്ഞത് കാണാം. ഞാൻ ഈ വായിച്ചത് അതിലെ വാക്ക. നാം പേടിക്കണം മുഅ്മിനീങ്ങളെ. ഇങ്ങനെ ഹറാമുകൾ ഇഷ്ടംപോലെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അള്ളാഹു അതൊക്കെ ത്യജിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് തഖ്വ നൽകുമാറാകട്ടെ. മറ്റൊരു തഖ്വയാണത് പറഞ്ഞിട്ട് യാതൊരു ഫലവുമില്ല. എന്നാലും 1-2 പറയട്ടെ. കറാഹത്ത് സൂക്ഷിക്കുക. അത് തഖ്വയുടെ 4ാമത്തെ ഭാഗമാണ്. ശിർക്ക് സൂക്ഷിക്കുക, വൻകുറ്റം സൂക്ഷിക്കുക, ചെറുകുറ്റം സൂക്ഷിക്കുക, 3 ഭാഗം. 4ാമത്തെ ഭാഗം കറാഹത്ത് സൂക്ഷിക്കുക. 100 കണക്കിന് കറാഹത്തുകൾ ഓരോ ദിവസവും ചെയ്യുന്നവരാണ് നമ്മൾ. കറാഹത്ത് ചെയ്താൽ മഹാനായ ഇബ്നു ഹജൽ ഹൈതമി തങ്ങൾ ഹശ്യത്തുൽ ഇലാഹിൽ പറയുന്നു, കറാഹത്ത് ചെയ്താൽ തൗബ ചെയ്യൽ സുന്നത്താണ്. തലമറക്കാതെ ബാത്റൂമിൽ പോയാൽ തൗബ ചെയ്യൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഒരു ഡ്രസ്സും ഇടാതെ ബാത്റൂമിൽ നിന്ന് കുളിച്ചാൽ, അങ്ങനെ ചെയ്താൽ കറാഹത്താണത്. അത് ചെയ്താൽ തൗബ ചെയ്യൽ സുന്നത്തുണ്ട്. താടിമുടി കളയുക, 2 അഭിപ്രായം. ഹറാമാണെന്നൊരു അഭിപ്രായം, കറാഹത്താണെന്നൊരു അഭിപ്രായം. താടി കളയുക, ക്ലീൻ ഷേവ്. താടി പാടെ കളയുക, അത് കറാഹത്താണെന്നാണ് ബലപ്പെട്ട അഭിപ്രായം, ഹറാമാണെന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞത്. ഏതായാലും കറാഹത്ത് എന്ന നിലക്ക് നമ്മൾ പോവുക. ഈ കറാഹത്ത് ചെയ്യുന്നത് വാസ്തവത്തിൽ നമ്മുടെ സാക്ഷിക്ക് പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മെ ആക്കല. സാധാ താടി വടിക്കുന്നവന് ഒരിക്കലും തന്നെ സാക്ഷിക്ക് പറ്റൂല. ഇതാ മസല.
ഓൻ നിക്കാഹിന്റെ സാക്ഷിക്ക് എത്തൂല. ഓനെങ്ങാനും നിക്കാഹിന് ഒപ്പിടാൻ വരുമ്പോ ഓനോട് പറഞ്ഞു നോക്കണ്ടേ? അപ്പൊ അറിയന്റെ കോലം. അതുപോലെ തന്നെ ബിദ്അത്തുകാരെ തുടർന്ന് നിസ്കരിക്കല് ഒരു പേടിയില്ല. വഹാബി അവന് നിസ്കരിക്കലല്ലേ? ബിദ്അത്തുകാരനെ തുടർന്ന് നിസ്കരിക്കൽ കറാത്താന്ന് പറയാത്ത കിതാബില്ല. ഫത്തുൽ മുഈനിൽ വെണ്ടക്കാക്ഷത്തിൽ മത്തങ്ങ വലുപ്പത്തിൽ എഴുതി കാണാം, യുക്റഹുൽ ഇഖ്തിദാഉ ബിമുബ്തദീൻ, പുത്തനാശയക്കാരെ തുടർന്ന് നിസ്കരിക്കൽ കറാഹത്ത. അതാർക്ക്? പൊതുജനങ്ങൾക്ക്. പണ്ഡിതന്മാർക്കോ യഹ്റുമു അലാ അഹ്ലി സ്വലാഹി വൽ ഖൈർ, പണ്ഡിതന്മാർ, നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ, അതിന് പണ്ഡിതനാകണമെന്നില്ല, നല്ലൊരു സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുടെ മെമ്പറാണെങ്കിൽ അവനടക്കം നല്ലവരായി ജനങ്ങൾ കാണുന്ന ആളുകൾ, അവർക്ക് ഹറാമാണ് അൽ ഇഖ്തിദാഉ ബിമുബ്തദീൻ, മുബ്തദീനെ തുടർന്ന് നിസ്കരിക്കൽ. എവിടെ പറഞ്ഞു ഇത്? മഹാനായ ഇമാം ഷർവാനി തുഹ്ഫയുടെ വിശദീകരണത്തിൽ പറയുന്നു, ഇമാം ബുജൈരിമി പറയുന്നു. അതുപോലെ തന്നെ ഈ വിഷയം ശർഹ് ബാഫദിൽ കാണാം, ഈ വിഷയം ഇംദാദിൽ കാണാം, ഈ വിഷയം ഫത്ഹുൽ ജവാദിൽ കാണാം. ഈ വിഷയത്തെ സംബന്ധിച്ച് ഇമാം ഖുർദി പറയുന്നു, വഹുവ ളാഹിറുൻ, ഇത് വ്യക്തമാണ് മസ്അല. എത്ര കിതാബിൽ പറഞ്ഞു പണ്ഡിതന്മാർക്ക് വിദേഹത്തേറെ തുടർന്ന് കരിക്കൽ ഹറാമാണ്. കറാഹത്താന്ന് പറയാത്ത കിതാബില്ല. പൊതുജനങ്ങൾക്ക് അത് കറാഹത്ത. ഈ കറാഹത്ത് ഒരു പ്രശ്നമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം ആരെയും തുടരാം, ആരെയും തുടർന്ന് നിസ്കരിക്കാം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇതൊന്നും വാസ്തവത്തിൽ ഒരു ഗ്രൂപ്പ് കാര്യമല്ല പറയുന്നത്, അല്ലാഹുവിന്റെ ദീനിന്റെ മസ്അലയാണ് നമ്മൾ മനസ്സിലാക്കണം. ഇല്ലേ ഞാൻ ഈ പറഞ്ഞ കിതാബിൽ ഇല്ലേ, നിങ്ങൾ അന്വേഷിച്ച് നോക്ക്, എന്നിട്ട് തീരുമാനം എടുത്താൽ മതി. ഈ പറയുന്ന കിതാബ്, ഞാൻ പറഞ്ഞ കിതാബ് മുഴുവനും ഷാഫി മദ്ഹബിലെ കിതാബാണ്. 40 കറാഹത്ത് ചെയ്താൽ, ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, 40 കറാഹത്ത് ചെയ്താൽ അത് ഒരു ഹറാമിന്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നതാണ്. ഒരു ഹറാമ് ചെയ്താൽ ഹൃദയത്തിൽ കറുപ്പ് വീഴുന്നു. കുല്ലമാ അദ്നബൽ അബ്ദു വഖഅത് ഫീ ഖൽബിഹി നുഖ്തത്തുൻ സൗദാ, ഒരു തെറ്റ് ചെയ്താൽ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നു. അങ്ങനെ ആ പുള്ളി അങ്ങനെ അധികരിച്ച് ഖൽബിൽ നിന്ന് ഈമാൻ ഉയർത്തപ്പെടുന്നു. ഇതൊന്നും ഒരു ഗൗരവമായി തോന്നാത്ത സഹോദര സഹോദരിമാരെ, ഭൂമിന്റെ മുകളിൽ നിന്ന് ഈമാനോടെ മരിക്കാൻ കഴിയില്ല കേട്ടോ. ചെയ്തു പോയി തെറ്റുന്നു തൗബ ചെയ്തോ ആക്ഷേപിക്കുന്ന മുമ്പ്. തറപ്രസംഗം, ജുമാന്റെ മുമ്പുള്ള പ്രസംഗം കറാഹത്താന്ന് പറയാത്ത കിതാബുണ്ടോ? നിങ്ങളെടുത്ത് നോക്കി. ഇമാം റാജി പറയുന്ന കറാഹത്താണ്, ഇഹ്കാമുസ്താജിൽ ദർക്കശി പറയുന്ന കറാഹത്താണ്, ശറഹുസുന്നയിൽ ബഗവി ഇമാം പറയുന്ന കറാഹത്താണ്, ബിർഖാത്തിൽ മുല്ലാലികാരി പറയുന്ന കറാഹത്താണ്, അല്ലുമഅയിൽ ഇമാം സിയൂത്തി പറയുന്ന കറാഹത്താണ്, ഇഹ്യയിൽ ഇമാം ഗസാലി പറയുന്ന കറാഹത്താണ്, ഇത്ഹാഫിൽ മുർത്തദബീദി പറയുന്ന കറാഹത്താണ്. ഏത്? ജുമാന്റെ മുമ്പുള്ള തറപ്രസംഗം. ഇന്ന് അത് ചെയ്യുന്നതാര്? അറിവുള്ളവർ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഇങ്ങനെ കറാഹത്തുകൾ എത്രയാണ്? കറാഹത്തിന്റെ ബോംബെടുത്താൽ തീരൂല. എന്നാൽ തഖ്വയുടെ 4-5 ഭാഗം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഭാഗമാണ് മുബാഹായ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെ ചെയ്യാതിരിക്കുക. ഇത് മഹാന്മാരുടെ ജീവിതമാണ്. ഇവരാണ് ഔലിയാക്കൾ. ഇന്ന ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ. തഖ്വയുടെ ഭാഗങ്ങൾ ഏതൊക്കെയുണ്ടോ, ശിർക്ക് സൂക്ഷിച്ചു, വൻകുറ്റം സൂക്ഷിച്ചു, ചെറുകുറ്റം സൂക്ഷിച്ചു, കറാഹത്ത് സൂക്ഷിച്ചു, അനുവദിക്കപ്പെട്ടത് തന്നെ അത് ഒരിക്കലും ആഖിറത്തിൽ ഗുണം ചെയ്യില്ല എന്ന് കണ്ട വിഷയമാണെങ്കിൽ അതുവരെ ഒഴിവാക്കുന്ന സ്വഭാവം ഈ 5 രൂപത്തിലുള്ള തഖ്വയും ചെയ്ത ആളുകളുണ്ടല്ലോ, അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അവരിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട കൽപ്പമംഗലം കരീമാജി, അല്ലാഹു അവിടുത്തെ ദറജേറ്റി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഹംസ മുസ്ലിയാർ, ഞാൻ മനസ്സിലാക്കുന്നു, അല്ലാഹു അല ദറജേറ്റി കൊടുക്കട്ടെ, അവരെ ബർക്കത്ത് നമുക്ക് നൽകട്ടെ. സഹോദരന്മാരെ, നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. അതാ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത വെയിലുള്ള ടൈമിൽ ഇഹ്യാഉലുമുദ്ദീനിൽ കാണാം, വെയിലുള്ള ടൈമിൽ വെയിലത്തിലൂടെ നടക്കുന്നു ഒരാള്, 2 ആളുകൾ ഒരു മതിലിന്റെ തണലിലൂടെയും നടക്കുന്നു. ചോദിക്കുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഹ്മദ് നമ്പർ റളിയല്ലാഹു അൻഹു ആണ്. നടക്കുമ്പോ ചോദിച്ചു, എന്തേ നിങ്ങൾ വെയിലത്ത് നടക്കുന്നു, ഈ തണലിലൂടെ നടന്നൂടെ? ഉടനെ പറഞ്ഞ വാക്കെന്താണ്? ഈ മതിൽക്കെട്ടിന്റെ ഉടമ, അദ്ദേഹത്തിന് ഞാൻ അല്പം കാശ് കടം കൊടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കടം കൊടുത്ത ഓർമ്മ ഈ തണലിലൂടെ നടക്കും എനിക്ക് വരുന്നു. ഞാൻ ആ കടം കൊടുത്ത പേരിൽ ആണ് ഞാൻ ഈ തണൽ അനുഭവിക്കുന്നതെങ്കിൽ അത് പലിശയാകുന്ന പേടിയിൽ ഞാൻ ആ തണൽ ഉൾക്കൊള്ളുന്നില്ല. കൂഫയിൽ ഒരു ആടിനെ കാണാതെ പോയി. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു
ആട് എത്ര വർഷം ജീവിക്കുമെന്ന് പഠിച്ചു. 10 വർഷമാണ് ഒരാട് ജീവിക്കുക എന്ന് വിവരം കിട്ടിയപ്പോൾ ആ ആട് പോയത് മുതൽക്ക് 10 വർഷത്തിന് അങ്ങാടിയിൽ അറുത്ത ആടിനെ അബൂ ഹനീഫ കൂട്ടിയില്ല. എന്ത്? അത് ഈ ഹറാമായ ആടാകാൻ സാധ്യതയുണ്ട്. സഹോദരന്മാരെ, ഇതൊക്കെ കഥ പറയുകയില്ലാതെ ഞങ്ങളുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഉമർ ഖാളി തങ്ങളുടെ ശിഷ്യൻ, ബഹുമാനപ്പെട്ട പാനായിക്കുൽ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ ഉസ്താദ് കുട്ടിയമൂലർ പാപ്പ, അവരെ ഒരാൾ വന്ന് അടിച്ചു. വലിയ പട്ടിക കൊണ്ടടിച്ചു. പക്ഷെ തലയിൽ കൊണ്ടില്ല. അപ്പുറത്ത് ഒരു ഭാഗം കൊണ്ട് നല്ലപോലെ കൊണ്ടില്ല. അപ്പുറത്ത് തട്ടി പട്ടിക 2 കഷ്ണമായി മുറിഞ്ഞു. അദ്ദേഹം ബഹുമാനപ്പെട്ട ഉസ്താദ് തളർന്നു വീണു. ചെറിയ നിലക്ക് തട്ടിയിരുന്നു. വീണ് പെട്ടെന്ന് അടി കൊണ്ടപ്പോ വീണ് ഉടനെ തന്നെ ബോധം തിരിച്ചു വന്നപ്പോൾ ഇയാളിങ്ങനെ ഒരു കഷ്ണം പട്ടികയുമായി നിൽക്കുകയാണ്, പേടിച്ചിട്ട്. സെക്കൻഡ് കൊണ്ട് തന്നെ ബോധം വന്ന അയാളെ കണ്ടു. എന്തുണ്ടായി? പ്രശ്നമായി, കേസായി. ഉസ്താദിനോട് ചോദിച്ചു എന്താണ്ടായത്. ഉസ്താദ് പറഞ്ഞ വാക്കെന്താ അറിയോ? ഞാൻ കണ്ടിട്ടില്ല, അടിച്ചതാരെന്ന് ഞാൻ കണ്ടില്ല. ഞാൻ ഉണർന്നപ്പോൾ ഇവൻ എന്റെ അരികിൽ പട്ടികയുടെ കഷ്ണവുമായി നിൽക്കുന്നുണ്ടെന്നാ ഉസ്താദ് പറഞ്ഞത്. കേസ് കൊടുത്തു. ഒപ്പുള്ള ആളുകൾ പറഞ്ഞു, ഉസ്താദേ ഇങ്ങനൊക്കെ കണ്ടിട്ട് ഇവന് ഉറപ്പല്ലേ, ഇവൻ തന്നെയാണ് അടിച്ചതെന്ന് ഉറപ്പല്ലേ? ഞാൻ കണ്ടില്ല മക്കളെ, പറയില്ല. കോടതിയിൽ പറഞ്ഞില്ലെങ്കിൽ തോറ്റുപോകുന്ന ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ കാണാത്ത ഞാൻ പറയില്ല. ഇതാണ് സ്വർഗം വാങ്ങിയ ആലിമീങ്ങൾ. മഹാനായ ഉസ്താദ് തൊട്ടു മുമ്പ് മാടവൻ ഉസ്താദ് പറഞ്ഞ ഉഖ്റവിയായ ആലിമീങ്ങൾ തന്നെ അതാ. മഹാനായ ഉസ്താദ് കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ഉസ്താദിന് പറഞ്ഞു, ഞാൻ കണ്ടില്ല, അവൻ എന്റെ തലയിൽ അടിച്ചത് കണ്ടില്ല, തൊട്ടു പിന്നിൽ അവൻ ഞാൻ കണ്ടിട്ടുണ്ട്, അടിച്ചത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കേസ് തള്ളിപ്പോയി. എന്തുണ്ടായി? അള്ളാഹു തള്ളിയില്ല. ഈ മനുഷ്യൻ കോടതി വിരിഞ്ഞ് ഈ മനുഷ്യൻ വീട്ടിലേക്ക് വന്നതാ കണക്ക്. പിന്നെന്തുണ്ടായി? പട്ടിക എടുത്ത് കിട്ടുന്ന വടികൾ മുഴുവൻ എടുത്ത് സ്വന്തം തലക്ക് തല്ലുന്നു. ഞാനാണ് കുട്ടിയമൂലർ അടിച്ചത്. അങ്ങനെ തലക്ക് തച്ചാണ് ആ മനുഷ്യൻ മരിച്ചു പോയത്. സ്വയം അടിച്ചു മരിച്ചു. അള്ളാഹു കൂട്ടുനിന്നു. എന്തിന്? ഉസ്താദിനിക്ക്. സത്യത്തിനിക്ക് വിലയുണ്ട്, എവിടെയും വിലയുണ്ട്. ബഹുമാനപ്പെട്ട ഹാരിസുൽ മുഹാസബി ആരാണ്? അവിടുത്തെ ചരിത്രം മണിക്കൂറുകൾ പറയാനുണ്ട്. അവിടുത്തെ തഹ്ദീബുൻ നുഫൂസ് എന്ന കിതാബ് വായിച്ചാൽ നമ്മുടെ കണ്ണിന്ന് വെള്ളം പൊട്ടാതിരിക്കില്ല. അത്രയും ആഖിറത്ത് ഭയപ്പെട്ട മഹാനാണ് ഹാരിസുൽ മുഹാസബി. നീണ്ട ചരിത്രം അവരെ പറ്റി പറയാനുണ്ട്. ഇവിടത്തേക്ക് വേണ്ടി ഞാനൊരു സംഭവം പറയട്ടെ. ബഹുമാനപ്പെട്ട ഹാരിസുൽ മുഹാസബി മരിക്കുമ്പോ വല്ലാത്ത ഫക്കീറാണ്. ഒരു ദാനിക്ക് പോലും, അഥവാ ഒരു ദിർഹമിന്റെ ഒരു വെള്ളി നാണയത്തിന്റെ 1/6 വരുന്ന കണക്കാ ഒരു ദാനിക്. ആ ഒരു ദാനിക്ക് പോലും തന്റെ കയ്യിലില്ല. ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പടി കണ്ട ബഹുമാനപ്പെട്ട ഹാരിസുൽ മുഹാസബി കട്ടപ്പെട്ട് മരിച്ചുപോയി. എന്നാൽ ഹാരിസുൽ മുഹാസബിയുടെ ചരിത്രം നോക്കിയാൽ വലിയ പ്രഭുവായ, വലിയ പണക്കാരനായ ഉപ്പയാണ് തന്റെ ഉപ്പ. ആ ഉപ്പയ്ക്ക് ഏകമകനാണ് ഹാരിസുൽ മുഹാസബി. ഉപ്പ മരിച്ചാൽ മുഴുവനും സ്വത്തും കിട്ടുന്നത് മകനാണ്. എന്നിട്ടെങ്ങനെ ഇത്രയും ദാരിദ്ര്യത്തിലായി പോയത്? സഹോദരന്മാരെ, ചരിത്രം നോക്കിയാൽ കാണാം. ഉപ്പ മരിച്ചു. ഉപ്പയുടെ സ്വത്ത് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള സ്വത്ത്. ആ മകനായ ഹാരിസ് തങ്ങൾ പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാനുപ്പന്റെ സ്വത്ത് അനന്തരമായി ഒരിക്കലും എടുക്കുകയില്ല. എന്തേ കാരണം? അന്നഹു കാന യഖൂലു ബിൽ ഖദരിയ. ഉപ്പ പുത്തനാശയക്കാരനാണ്. പുത്തനാശയക്കാരനായ ഉപ്പന്റെ ഒരു ചില്ലിക്കാശ് എനിക്ക് വേണ്ട, അതിന്റെ ആഖിറത്തിൽ നട്ടം ചെയ്യുമെന്ന് ഹാരിസുൽ മുഹാസബി. ഇമാം ഗസാലിയൊക്കെ വാനോളം പുകഴ്ത്തിയ മഹാനാണ് ഹാരിസുൽ മുഹാസബി. കാശില്ലാതെ സാമ്പത്തികമായി ഞെരുങ്ങി ശിഷ്യന്മാരെ കൊണ്ടൊക്കെ ആയിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. കോടാനക്കോടി രൂപ ഉപ്പയുടെ അനന്തരം കിട്ടിയിട്ട് പുത്തനാശയക്കാരനായി എന്ന പേരിൽ അനന്തരം വാങ്ങാതെ ഹാരിസ് തങ്ങൾ മരിച്ചുപോയി. മുഅ്മിനീങ്ങളെ, പൈസ കിട്ടുകയാണെന്ന് കണ്ടാൽ ഹറാം ഹലാൽ ചിന്തയില്ലാത്ത ജീവിതമാണ് നമുക്കുള്ളത്. നമ്മളും ഹാരിസ് തങ്ങളും ആഖിറത്തിൽ വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഈ 5 തഖ്വകൾ അത് ജീവിതത്തിൽ പകർത്തിയവരാണ് മുത്തഖീങ്ങൾ, ഔലിയാക്കൾ. തഖ്വയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞു, ഹൃദയമാണ്.
ഹൃദയം ശുദ്ധിയാക്കലാണ് വാസ്തവത്തിൽ ഏറ്റവും വലിയ തഖ്വ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തഖ്വ ഇവിടെയാണ്. മനുഷ്യന്റെ ചീത്ത സ്വഭാവങ്ങൾ 50ഓളം ചീത്ത സ്വഭാവങ്ങൾ മനുഷ്യനുണ്ട്. ആ സ്വഭാവങ്ങൾ മുഴുവൻ ഹൃദയത്തിൽ നിന്ന് മാറ്റി 50ഓളം സൽസ്വഭാവങ്ങൾ ഹൃദയത്തിൽ കുടിയിരുത്തണം. ഇതിനാണ് ത്വരീഖത്ത് എന്ന് പറയാം. ഇന്ന് ത്വരീഖത്ത് ഇഷ്ടം പോലെ വ്യാപിച്ച കാലാണല്ലോ. ഇതിനാണ് ത്വരീഖത്ത് എന്ന് പറയാം. പക്ഷെ ഈ ഭാഗത്തേക്ക് ത്വരീഖത്തുകാർ ചിന്തിക്കാറേ ഇല്ല. കുറെ ദിക്ർ ചൊല്ലലാണ് ത്വരീഖത്ത് എന്ന് അവർ മനസ്സിലാക്കിയത്. അല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ ജിസാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ ശരീര പ്രകൃതിയോ നിങ്ങളുടെ ബാഹ്യമോ അല്ലാഹു തആല നോക്കുന്നില്ല, നിങ്ങളുടെ ഹൃദയമാണ് അല്ലാഹു നോക്കുന്നത്. വല്ലാത്ത താഴ്മയുള്ള സ്വഭാവം നമുക്ക് വേണം. എല്ലാ ഛിദ്രതക്കും കാരണം താഴ്മയില്ലാത്ത സ്വഭാവമാണ്. കിബിർ നമ്മുടെ മനസ്സിലുണ്ട്. ഇതുകൊണ്ടാ നമ്മുടെ ഹൃദയത്തിന് കിബിർ കൂടിയത് കൊണ്ടാണ് എല്ലാ ഛിദ്രന് വരുന്നത്. നാട്ടിൽ നന്മ വേണം, അല്ലെങ്കിൽ സംഘടനയിൽ നന്മ വേണം. നമ്മളെ കയ്യിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകരുത്, നന്മ ഇവിടെ ഉണ്ടാകണമെന്ന നസീഹത്തുള്ള മനസ്സില്ലാതെയായതാണ് എല്ലാ ഛിദ്രതക്കും കാരണം. മഹാനായ ഇമാം മുഹമ്മദ് നബിൽ ദാവീദ് തങ്ങൾ പറയുന്നു, അതാ ഒരു സൂഫിയായ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോയിരുന്നു തന്റെ ശിഷ്യനോടുകൂടെ. ആ ടൈമിലതാ ആ വഴിയെ തിരിച്ചൊരു നായ വരുന്നു. ഈ മഹാൻ ഈ വഴിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നു, നായ നടന്നു പോകുന്നു. കൂടെയുള്ള ശിഷ്യൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്തൊരു നായക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങിക്കൊടുക്കുകയോ? ആ ടൈമിൽ അദ്ദേഹം പറഞ്ഞ വാക്ക്, സഹോദരന്മാരെ, അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുകയല്ല, അവരൊക്കെ ചിന്തിച്ച അവസ്ഥയാണ് ഞാൻ പറയുന്നത്. മോനെ, ആ നായക്ക് ആഖിറത്തിൽ ഹിസാബില്ല, വിചാരണയില്ല. അവസാനമായിട്ട് കൂനി തുറാബ, മണ്ണാവുക എന്ന് പറഞ്ഞ് മണ്ണായി പോകുന്നു. നരകമില്ല, സ്വർഗമില്ല. എന്നാൽ എന്നോട് റബ്ബ് തആല വിചാരണയെടുത്ത് ഞാൻ തോറ്റുപോവുകയാണെങ്കിൽ എനിക്ക് സ്വർഗമില്ല, ഞാൻ നരകത്തിലായിരിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ നായ എന്നേക്കാൾ നല്ല ജീവിയാണ്, അതൊരിക്കലും നരകത്തിൽ കടക്കില്ല. അതുകൊണ്ട് അതിനെ ഞാൻ ആദരിച്ചതാണ്. ആർക്കുണ്ട് ഈ ചിന്ത, സഹോദരന്മാരെ? ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ഒരു ചെറിയ കുട്ടിയെ കണ്ടാൽ ആ ചെറിയ കുട്ടി അവൻ ചെറിയവനാണ്, അവൻ എന്റെ അത്രയും തെറ്റ് ചെയ്യാത്തവനാണ്. ഞാൻ കുറെ പ്രായമായി, എന്റെ കയ്യിൽ അവനിലേറെ തെറ്റ് വന്നു കാണും. അതുകൊണ്ട് തന്നെ എന്നേക്കാൾ അവനാണ് നല്ലവനെന്ന് മനുഷ്യൻ മനസ്സിലാക്കണം. ഒരു പ്രായമുള്ളവനെ കണ്ടാൽ എന്റെ മുമ്പ് ഇവൻ മുസ്ലിമായവനാണ്, എന്നേക്കാൾ നന്മകൾ ഇവൻ ചെയ്തു കാണും, അതുകൊണ്ട് എന്നേക്കാൾ ഉന്നതൻ ഇവനാണെന്ന് ചിന്തിക്കണം. ഒരു അമുസ്ലിമിനെ കണ്ടാൽ അവനൊരു പക്ഷേ മുസ്ലിമായി മരിക്കാനും എന്റെ ഈമാൻ ഊരപ്പെടാനും സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവനേക്കാൾ താഴ്ന്നവനാണ് ഞാൻ, ഒരു പക്ഷേ ഇവൻ എന്നേക്കാൾ ഉയർന്നവനായിരിക്കുമെന്ന് മനസ്സിലാക്കണം. ഒരു പണ്ഡിതനെ കണ്ടാൽ എനിക്ക് അല്ലാഹു അറിവ് തന്നില്ല, അല്ലാഹു ബഹുമാനിച്ച അറിവ് അയാൾക്കാണ് കൊടുത്തത്, എനിക്ക് തന്നില്ല. അതിന് പറ്റിയവനായത് കൊണ്ടായിരിക്കും അത് കൊടുത്തത്, എനിക്ക് അതിന് പറ്റാത്തവനായത് കൊണ്ടായിരിക്കും എന്നെ അല്ലാഹു ഒരു നാടനാക്കിയത്. ഒരു പണ്ഡിതൻ ഒരു നാടനെ പറ്റി അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് എനിക്കറിവ് തന്നിരിക്കുന്നു, ഈ അറിവോടുകൂടെയാണ് എന്റെ കയ്യിൽ അബദ്ധം വന്നത്, അറിവില്ലാതെയാണ് അവന്റെ കയ്യിൽ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ വന്നിരിക്കുക, അതുകൊണ്ട് ഞാൻ അവനേക്കാൾ താഴെയാണെന്ന് മനസ്സിലാക്കണം. ഈ ചിന്ത ഹൃദയത്തിൽ നിന്ന് പോയതാണ് നാടിലുള്ള മുഴുവൻ ചിത്രകൾക്കും കാരണം. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. അവിടുത്തെ അറിവിന്റെ ആഴം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. മഹാനായ ഉബയ്യ് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, സ്വഹാബിയാണ്. ഉബയ്യ് തങ്ങൾ അതാ ഒരു ഒട്ടകത്തിന്റെ മുകളിൽ ഇബ്നു അബ്ബാസ് തങ്ങളുടെ നാട്ടിലേക്ക് വരുന്നു. കിതാബിൽ കാണാം, യഖ്ദുൽ ലവാഖീത്തിൽ പറയുന്നു, ഇമാം ബാസൂദാൻ തങ്ങൾ എന്താ ഉബയ്യ് തങ്ങൾ വരുമ്പോൾ ഉബയ്യ് തങ്ങളുടെ ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പിടിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങളാപ്പ വന്ന് ആളും കൂടെ തന്നെ തങ്ങളാപ്പ ദുആ മാത്രമല്ല നല്ല വാളും പറയും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
അപ്പൊ ഇനി തയമ്മം വെള്ളം കണ്ടാൽ തയമ്മം പാത്തിലായി. അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല. മഹാന്മാരായ ഔലിയാക്കളെ സിയാറത്ത് ചെയ്യുന്നതിന്റെ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തുക. തങ്ങളാപ്പ് വന്ന് എല്ലാം ഇനി തങ്ങളാപ്പാക്കാം. കുറെ നേരം വന്നിട്ട് ക്ഷീണം മറ്റുണ്ടായിട്ട് അവിടെ റെസ്റ്റ് എടുക്കായിരുന്നു. മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്ന നമ്മളെ ആണ്ടൊക്കെ പതാനുള്ള സിയാറത്താണ്. അവർക്ക് നേർച്ചയാക്കുന്നതിൽ അവിടെ വിളക്ക് കത്തിക്കൽ, അവിടെ പുടയിടൽ, കുബ്ബകെട്ടൽ, ഇതൊക്കെ സുന്നത്തായ കാര്യമാണ്, ബഹുമാനമാണ്. ഇമാം ഇസ്മായിൽ ഹഖി ബറൂസവി അവിടുത്തെ റൂഹുൽ ബയാനിൽ അത് പറയുന്നുണ്ട്. ഇമാം അബ്ദുൽ ഖനി നാബൽസി അവിടുത്തെ കശ്ഫുന്നൂർ അൻ അസ്ഹാബിൽ ഖുബൂർ എന്ന ഗ്രന്ഥത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. വിളക്ക് വെക്കലും അതുപോലെ തന്നെ പുടയിടലും ഇതൊക്കെ നല്ല കാര്യമാണ്. പലർക്കും ഇതൊക്കെ ഒരു ബിദ്അത്താണെന്ന് തോന്നൽ ചിലർക്കൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ്, ഇങ്ങനെയുള്ള നേർച്ചകൾ നിലനിർത്തിയാൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ നിലനിന്ന് കിട്ടും നാട്ടിൽ. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. ഇതിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സിയാറത്താണ് നേർച്ചയുടെ പ്രധാന ഭാഗം. ആ സിയാറത്തിൽ ഔലിയാക്കളെ സിയാറത്ത് ചെയ്യുന്നത് സാധാ ആളുകളെ സിയാറത്ത് ചെയ്യുന്ന മാതിരിയല്ല. ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹ്ഫയിൽ പറയുന്നു, യസീലു ഇലൈഹിം മദദുഹും ബിഖദ്രി മറാത്തിബിഹിം ലാ യൻകിറുഹു ഇല്ലൽ മഹ്റൂമൂൻ. ഈമാനെ തൊട്ട് തടയപ്പെട്ടവർ, സ്വർഗം തടയപ്പെട്ടവരല്ലാതെ നിഷേധിക്കാത്ത കാര്യമാണ് ഔലിയാക്കന്മാരായ മഹാന്മാരുടെ സ്റ്റേജിനനുസരിച്ച് ചെല്ലുന്ന ആളുകൾക്ക് അവരുടെ ആത്മീയമായ പ്രതിഫലനങ്ങൾ ഉണ്ടായിരിക്കും എന്നത്. കണ്ടോ, സിയാറത്തോട് കിട്ടുന്നത് അവർ ഉയർന്ന സ്റ്റേജിലാണല്ലോ ഉള്ളത്. ആ സ്റ്റേജിലുള്ള ആളുകളിൽ നിന്ന് ഇവരിലേക്ക് ആത്മീയ പ്രകാശങ്ങൾ പകർന്നു കിട്ടും. ഇമാം നവവി തങ്ങൾ പറയുന്നു, യുക്സിറുൽ വുഖൂഫ ഇൻദ ഖുബൂരി സാലിഹീൻ. സ്വാലിഹീങ്ങളുടെ ഖബറിന്റെ അടുത്ത് കഴിവതും നീ കൂടാൻ വേണ്ടി പരിശ്രമിക്കണം. സ്വാലിഹീങ്ങളെ ഖബറിന്റെ അടുത്ത് കൂടുക. അത് ഫാത്തിഹ ഓതണ്ട, യാസീൻ എന്ന് ഓതണ്ട, അവിടെ അങ്ങനെ ഇരുന്നാ മതി. ഈ ഇരുട്ടത്തിരിക്കുമ്പോ നമ്മുടെ ദേഹം നമുക്ക് കാണൂല, കറുത്തിട്ടാ. എന്നാൽ ഒരു ലൈറ്റ് ഇട്ടാലോ നമ്മുടെ കുപ്പായത്തിന്റെ കളർ കണ്ട് നമ്മുടെ പുസ്തകം നമുക്ക് വായിക്കാൻ കഴിയും. ഈ ശൈലിയാണ് മഹാന്മാരുടെ അടുത്ത് അംസുസ്ഥാന്റെ അടുത്തൊക്കെ ഇരുന്നാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ലൈറ്റ് അടിക്കും, കറുപ്പ് നീങ്ങും. ഫാത്തിഹ ഓതണ്ട, യാസീൻ ഓതണ്ട, ഒന്നും ഓതിയില്ലെങ്കിലായി പറയുന്നത്. ഓതിയാൽ അതിലപ്പുറം ഗുണമായിരിക്കും. തുഹ്ഫത്തുൽ ദാക്കിരി എന്ന കിതാബിൽ പുത്തനാശയക്കാർ ബഹുമാനം പറഞ്ഞ ആളാ ഷൗക്കാനി. അദ്ദേഹം പറയുന്നു, ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങൾ എണ്ണിയപ്പോൾ ഖുബൂറു സാലിഹീൻ, സാലിഹീങ്ങളുടെ ഖബർ ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ച കാര്യമാണത്. റസൂലുള്ളാഹി തങ്ങളെ ബൈത്തുൽ മഖ്ദിസിലേക്ക് ഇസ്രാ നടത്താനുള്ള കാരണം ഖുർആൻ പറഞ്ഞത് എന്താ? അല്ലദീ ബാറക്കനാ ഹൗലു, അതിന്റെ ചുറ്റും നമ്മൾ ബർക്കത്ത് ചെയ്തു, അതുകൊണ്ടാണ് കൊണ്ടുപോയത് എന്നാ. എന്താ ബർക്കത്തിന് പറഞ്ഞത്? ഇമാം റാസി തങ്ങൾ തഫ്സീറിൽ ഈ ആയത്തിനെ വിശദീകരിക്കുന്നു, ബി ഖുബൂരിൽ അംബിയാഇ വ മഹ്ബത്തിൽ മലായിക, മലക്കുകൾ ഇറങ്ങിയ സ്ഥലം കൊണ്ടും അതുപോലെ തന്നെ അമ്പിയാക്കന്മാരെ ഖബർ കൊണ്ടും ആ പള്ളിക്ക് ബർക്കത്തിട്ടിക്കണ്. ചളിങ്ങാട് പള്ളി മാംസൂലിയുടെ ഖബർ ഇവിടെ വന്ന ശേഷം ആദ്യത്തെ പള്ളി പോലെയല്ല, അതിന് പ്രത്യേക ബർക്കത്തുണ്ട്. ഇമാം അസ്കലാനി തങ്ങൾ ഫതുഹുൽ ബാരിയിൽ പറയുന്നു, ഒരു മഹാന്റെ അരികിൽ പള്ളി എടുത്തിട്ട് ആ പള്ളി അത് സാദാ പള്ളി പോലെയല്ല, അത് ഒരിക്കലും തന്നെ ഖബറുകൾ പള്ളിയാക്കാൻ പാടില്ല എന്ന ആയത്തെടുത്ത് വിശദീകരിച്ചിട്ട് പറയാണ്, ലൈസ മിൻഹു, ഈ ഇനത്തിൽ പെട്ടതല്ല. ഏത്? ഒരു മഹാന്റെ ചാരത്ത് പള്ളിയെടുക്കൽ, അത് പള്ളിക്ക് നന്മയാണ്. ഒരു മഹാന്റെ ഖബർ പള്ളിയുടെ അടുത്തുണ്ടാകൽ വലിയ ഗുണമാണ്. മൻഹജ് സരി എന്ന കിതാബിൽ കാണാം, മദാരിജുൽ ഹിദായ എന്ന കിതാബ് ഞാൻ നിർത്തുകയാണ്. റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, ഇമാം ബദലി തങ്ങൾ പറയുന്നു, റസൂലുള്ളാഹി തങ്ങളെ ഞാൻ കണ്ടു. ഫഖുൽതു യാ റസൂലല്ലാഹി അയ്യുൽ അഅ്മാലി അഫ്ളൽ, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അമലുകൾ പറഞ്ഞു തരണം, എനിക്ക് ഏറ്റവും പ്രതിഫലമുള്ള അമല് പറഞ്ഞു തരണം, പ്രതിഫലമുള്ള അമല് പറഞ്ഞു തരണം. ഫഖാല വഖൂഫുക ബൈന യദൈ വലിയില്ലാഹ്, അല്ലാഹുവിന്റെ വലിയിന്റെ മുന്നിൽ നീ നിൽക്കൽ കഹലബിശാത്തിൻ ഔ കശൈബൈവാ, ഒരു മുട്ട പുഴുങ്ങുന്ന ടൈം 60 മിനിറ്റ് അതിന്റെ കറക്റ്റ്. 60 മിനിറ്റ് അല്ല, 60 സെക്കൻഡ്. അത്രയും ടൈം, അല്ലെങ്കിൽ ഒരു ആടിനെ ഒന്ന് കറക്കുന്ന ടൈം, അത്രയും കുറഞ്ഞ ടൈം ഒരു മഹാന്റെ മുന്നിൽ നിന്നാൽ അഫ്ളലു മിൻ അൻ തഅബുദല്ലാഹ ഹത്താ തതഖത്തഅ ഫിൽ ഇബാദത്തി ഇറബൻ ഇറബാ, ഈ കാലങ്ങളോളം ചെയ്യുന്ന മറ്റ് ഇബാദത്തുകളെക്കാൾ നിനക്ക് ഇതുകൊണ്ട് ഹൃദയത്തിന് ഫലമുണ്ടായിരിക്കും. ഖുൽതു, ഇമാം ബദലി പറയുന്നു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ, ഹയ്യൻ ഔ മയ്യിതൻ, അള്ളാന്റെ വലിയ മരിച്ച വലിയോ ജീവിച്ചിരിക്കുന്ന വലിയോ, തങ്ങൾ ആരെയാണ് പറഞ്ഞത്? ഖാല
ഹയ്യന്നോ മയ്യിത്തൻ, ജീവിക്കുന്ന വലിയായാലും തരക്കേടില്ല, മരിച്ച വലിയായാലും തരക്കേടില്ല. അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ തൽഹറു ബറകാത്തു സ്വാലിഹി അലാ മൻ സഹിബഹു, മഹാന്മാരോട് ബന്ധമുള്ള ആളുകൾ അവരുടെ ബറക്കത്ത് ഇല്ലാ ബഅദ മൗതിഹി, മരിച്ച ശേഷേ വേണ്ട പോലെ വെളിവാവുകയുള്ളൂ. ഹംസ ഉസ്താദ് ഇവിടെ ഹയാത്തുള്ള കാലത്ത് നമ്മൾ അനുഭവിച്ചതിലേറെ വഫാത്തിന്റെ ശേഷം അനുഭവിക്കുമ്പോൾ വലിയ യകൂന ഇഅ്തിനാഉഹു, ഒരു മഹാൻ, ആ മഹാൻ ഗൗനിക്കുന്നത് ബി ഖറാബത്തി, തന്റെ കുടുംബങ്ങൾ. എന്നാൽ ഇന്ന് ഞാനിവിടെ വന്നപ്പോ ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദിന്റെ അനുജന്റെ ജേഷ്ഠന്റെ മക്കളുണ്ട്, അവരൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ കുടുംബങ്ങളെയും വല്ലാഹിദീന ബിഹി, അവരിലേക്ക് അഭയം തേടി വന്ന നമ്മെപ്പോലുള്ള ഈ പ്രസംഗിക്കുന്ന ഞാനും നമ്മളൊക്കെ ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദിന്റെ ബർക്കത്തിന് വന്നതാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് അവരുടെയും അതുപോലുള്ള ഔലിയാക്കളുടെയും ബർക്കത്ത് ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാ. അവരെ തേടി വന്ന ആളുകൾ, അവരുടെ കുടുംബങ്ങൾ, അവരൊക്കെ അവർ ഗൗനിക്കുന്നത് ബഅദ മൗതിഹി അക്തറു മിൻ ഇഅ്തിനാഇഹി ബിഹിം ഫീ ഹയാതിഹി, ജീവിതകാലത്ത് പരിഗണിക്കുന്നതിലേറെ മരണശേഷം അവർ പരിഗണിക്കുന്നതാണ്. ഇഷ്ടം പോലെ കാണാൻ കിതാബുകളിൽ. ബഹുമാനപ്പെട്ട അഹ്മദുൽ ഹളറമി തങ്ങളോട് ചോദിക്കപ്പെടുന്നു, ഇമാം സഖാവി സുയൂത്തി സറൂഖ് തങ്ങളുടെ ഉസ്താദ ഇമാം ഹളറമി തങ്ങൾ അവരോട് ചോദിച്ചു, അൽ ഹിംദാദുൽ ഹയ്യി അഖ്വാ അമിൽ മയ്യിത്ത്, മരിച്ചുപോയ വലിയനാണോ ജീവിച്ചിരിക്കുന്ന വലിയനാണോ കൂടുതൽ സഹായിക്കാൻ കഴിയുക? ഫഖാല ബൽ ഇംദാദുൽ മയ്യിത്ത്, മരിച്ചുപോയ വലിയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുക. അലിയിൽ മുത്തഖി ഇന്ത്യക്കാരനാണ്, നമുക്കറിയാം. കൻസുൽ ഉമ്മാൽ ഫീ സുനനിൽ അഖ്വാലി വൽ അഫ്ആൽ എന്ന 10ലേറെ വാള്യങ്ങളുള്ള ഹദീസിന്റെ കിതാബ് എഴുതിയ ഇന്ത്യക്കാരനായ അലിയിൽ മുത്തഖി തങ്ങൾ മഹാനായ ഇമാം ഷഅറാനിയുടെ ഉസ്താദാണ്. ഷഅറാനി ഇമാം പറയുന്നു, ഉസ്താദിന് വഫാത്ത് വന്നപ്പോൾ ലമ്മാ ഹളറത്തിൽ വഫാത്തു ലഹു ഹസിന തിൽമീദുഹു ശൈഖ് അബ്ദുൽ വഹാബ് ഷഅറാനി ഉസ്താദ് മരിക്കുകയാണെന്ന് കണ്ടപ്പോൾ സങ്കടപ്പെട്ടു. ഫഖാല, അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം അലിയിൽ മുത്തഖി പറഞ്ഞത് എന്താണ്? ലാ തഹ്സൻ, ദുഃഖിക്കണ്ട മോനെ, നഹ്നു ഖൗമുൻ, ഞങ്ങൾ ആരാണെന്നറിയുമോ? ഞങ്ങളൊരു വിഭാഗമാണ്, നമുദ്ദുൽ മുരീദീൻ, ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളെ കൂടെ നടന്ന ആളുകൾ, ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളിലേക്ക് വരുന്ന ആളുകൾ, അവർക്കതാ ഞങ്ങൾ ഗുണം ചെയ്യും, വലിയ ഗുണങ്ങൾ നൽകും. ബഅദൽ വഫാത്ത്, ഞങ്ങൾ മരിച്ച ശേഷം സമാനമുദ്ദുഹും ഫിൽ ഹയാത്തി വഅക്തർ, ജീവിതകാലത്ത് ചെയ്യുന്നതിലപ്പുറം ഞങ്ങൾ ചെയ്യും. ബഹുമാനപ്പെട്ട അലിയിൽ മുത്തഖി തങ്ങൾ പറഞ്ഞു, അല്ലാഹു ആ ഫലങ്ങളൊക്കെ മഹാനായ ഹംസ തങ്ങളുടെ ഉസ്താദിന്റെയും അതുപോലെ കരീം ഹാജിന്റെയും ഒക്കെ ബറക്കത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. വലിയ 2 മഹാന്മാരാണ്. കരീം ഹാജിയെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അവിടുന്ന് പല തബറുക്കിന്റെ ഇജാസത്ത് വാങ്ങിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ആ മഹാനവറുകളെ കാണാൻ എന്റെ വിദ്യാർത്ഥി കാലത്തും എന്റെ മുദരിസായന്റെ ശേഷവും വന്നിട്ടുണ്ട്. ഹംസുസ്താദിനായിട്ട് എനിക്ക് ജീവിതകാലത്ത് ബന്ധമില്ല, പക്ഷേ വഫാത്തിന്റെ ശേഷം കേട്ടു നോക്കുമ്പോൾ വല്ലാത്ത സങ്കടമായത്. ഇവിടൊക്കെ വരുമ്പോ ഇവിടെ വരാതെ പോയി എന്നുള്ള ദുഃഖം. ഏതായാലും 9 പ്രാവശ്യം ഉസ്താദിന്റെ ഇതുപോലുള്ള സ്റ്റേജിൽ പ്രസംഗിക്കാൻ അള്ളാഹു തൗഫീഖ് തന്നു. ഇപ്പൊ 2ാമതാ. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. പല രോഗങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ബായർതങ്ങൾ ബാപ്പ അവര് വഅളും പറയും, ദുആയും ചെയ്യും. എല്ലാത്തിനും പറ്റിയൊരു ഉസ്താദാണ്. അല്ലാഹു തആല തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. തങ്ങൾക്ക് ബാപ്പ വന്നതോടുകൂടെ എന്റെതൊക്കെ കഴിഞ്ഞ് ഇനി ഇൻഷാ അല്ലാഹ് തങ്ങളാപ്പ എല്ലാം വേണ്ടതൊക്കെ ചെയ്യും. അള്ളാഹു അവിടത്തേക്കും നമുക്കൊക്കെ ദീനിന്റെ ഖിദ്മത്തിലായി ദീർഘായുസ് നൽകുമാറാകട്ടെ. ഞങ്ങളുടെ ഉസ്താദ് ഒതുക്കിങ്ങൽ സുലൈമാൻ ഉസ്താദ്, സഹോദരന്മാരെ നിങ്ങൾ പേരെടുത്ത് ദുആ ചെയ്യണം. ഇന്നു മുതൽ ഞാൻ അവിടുത്തെ ശിഷ്യനായതുകൊണ്ട് പറയാണ്, വല്ലാത്ത പണ്ഡിതനാണ്. അവിടുത്തെ കഴിവുകളോ അറിവുകളോ ഞാനിപ്പോൾ പറയുന്നില്ല. ഉസ്താദിന് മാരകമായ ഒരു രോഗത്തിൽ ഉസ്താദ് പെട്ടിട്ടുണ്ട്. നിങ്ങൾ ദുആ ഇറക്കണം. അങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ ആകാശത്തിന്റെ അടിയെന്ന് പോയാൽ ഈ ഭൂമിക്ക് പിന്നെ ആകാശത്തെ തടഞ്ഞു വെക്കുന്ന തൂണുകളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഔലിയാക്കളും ഉലമാഉമാണ് ഈ ഭൂമിയെ ഇങ്ങനെ നിലനിർത്തുന്നത്. അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാൻ അവരാണ് കാരണം. അവരിങ്ങനെ കൊഴിഞ്ഞാടിപ്പോയാൽ നമുക്ക് നഷ്ടമാണ്. അള്ളാഹുവെ ഉസ്താദിന് ദീർഘായുസ് നൽകണേ അല്ലാഹ്. തങ്ങളാപ്പാന്റെ ഇവിടെയുള്ള തങ്ങന്മാരുടെയും ഈ സാസിലുള്ള മുത്തഅല്ലിമീങ്ങളുടെയും അംസലിയരുടെയും അതുപോലെ മഹാന്മാരൊക്കെ ഹഖ് ജാഹ് ബർക്കത്തുകൊണ്ട് ഉസ്താദിന് ഇനി ശിഫ കൊടുക്കണേ അല്ലാഹ്. ഉസ്താദിന് ഇനി ശിഫ കൊടുക്കണേ അല്ലാഹ്. ഉസ്താദിന് ഇനി ശിഫ കൊടുക്കണേ അല്ലാഹ്. അള്ളാഹു ഏത് രോഗമായിരുന്നാലും ഇനി ശിഫ കൊടുക്കണേ അല്ലാഹ്. നിങ്ങളുടെ കാലം ഞങ്ങൾക്ക് തണലായി ഉസ്താദിനെ ഞങ്ങൾക്ക് നിർത്തി തരണേ അല്ലാഹ്. അതുപോലെ ബഹുമാനപ്പെട്ട
ഞങ്ങളുടെ ഉസ്താദ് വൈലത്തൂര് ബാവലിയര്, അള്ളാഹുവെ പഠിച്ചവന് എന്റെ 9 വർഷത്തെ ഉസ്താദാണ്. ഇപ്പോൾ ഓർമ്മക്ക് പ്രയാസം പറ്റി വീട്ടിലിരിക്കുന്നു. 50-ലേറെ അറബി ഗ്രന്ഥങ്ങൾ എഴുതിയ, 10-ലേറെ മലയാള ഗ്രന്ഥങ്ങൾ എഴുതിയ വലിയ പണ്ഡിതനാണ്. അള്ളാഹുവെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല, ഓർമ്മക്ക് തിരിച്ചു കൊടുക്കണേ അല്ല, പഠിച്ചവനെ രോഗങ്ങൾക്ക് ശിഫയാക്കി കൊടുക്കണേ അല്ല. അതുപോലെ എന്റെ നീണ്ടകാലത്തെ ഉസ്താദ് തിരുരങ്ങാടി ഹസ്സൻ മുസ്ലിയാർ വല്ലാത്ത ആശിഖ് റസൂലാണ്. ഒരു ദിവസം 3 വരി മുത്തുനബിയെ സംബന്ധിച്ച് മദ്ഹ് എഴുതാതെ അവിടുന്ന് ഭക്ഷണം കഴിക്കുകയില്ല. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാൻ നിങ്ങൾ ആർക്കാണ് കഴിയുക? മുത്തുനബിയെ സംബന്ധിച്ച് 3 വരി മദ്ഹ് എഴുതാതെ നാസ്ത കഴിക്കൂല, രാവിലെ ഭക്ഷണം കഴിക്കൂല. അത് 11 ആയാലും അത് എഴുതിയിട്ടേ കഴിക്കുള്ളൂ. അതൊരു ശപഥമാണ്. ഒരു കൈയും ഒരു കാലും കുഴഞ്ഞ് നാവും കുഴഞ്ഞ് കിടക്കുന്ന 4 വർഷത്തിലേറെയായി. അള്ളാഹുവെ നീ ശിഫ കൊടുക്കണേ അല്ല, പൂർവാവസ്ഥയിലേക്ക് എത്തിച്ചു തരണേ അല്ല. അവരൊക്കെ വലിയ ആളുകളാണ്. അവരൊക്കെ ഇവിടുന്ന് പോയത് കൊണ്ട് അവർക്ക് നഷ്ടമില്ല. അവർ അള്ളാഹുവിനോട് പോകാൻ ആഗ്രഹിച്ച് കിടക്കുകയാണ്. പക്ഷേ നമുക്ക് തീരാ നഷ്ടങ്ങളാണ്. പംസൂലേര് മരിച്ചപ്പോഴല്ലേ നിങ്ങൾക്ക് അതിന്റെ വിഷമം അറിയുന്നത്. അങ്ങനെയുള്ള അത്താണികൾ പോയാൽ നമുക്ക് വല്ലാത്ത നട്ടാണ്. അവർ ആഖിറത്തിൽ നമ്മളെ മദത് ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞു, ചെയ്യും. പക്ഷേ ജീവിതകാലത്ത് നമുക്ക് ഭൗതിക കാര്യങ്ങളിൽ ബന്ധപ്പെടാൻ നേർക്കുനേർ ബന്ധപ്പെടുന്ന ഒരു മനസ്സല്ലേ നമുക്കുള്ളത്. നമ്മൾ ചെറിയ ആളുകളല്ലേ, അവർ പോയാൽ നമുക്ക് നഷ്ടമാണ്. അള്ളാഹുവെ നീ അവർക്കൊക്കെ ദീർഘായുസ് നൽകണേ അല്ല, രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കണേ അല്ല. എന്റെ ഉപ്പ മരിച്ച മാസമാണ് ഈ 28-ന്, ദുൽഖഅദ 28-നാണ് ഉപ്പയുടെ വഫാത്ത് ദിനം. അള്ളാഹുവെ ഉപ്പന്റെ ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കണേ അല്ല. എന്റെ അമ്മോശനും മരിച്ച മാസമാണ്. അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണേ അല്ല. തിരുരങ്ങാടി ഞങ്ങളുടെ വലുത്തൂർ ഉസ്താദിന്റെ ഉസ്താദും നമ്മളൊക്കെ ഉസ്താദായ തിരുരങ്ങാടി ബാബു ഉസ്താദ് ഈ മാസത്തിന്റെ തുടക്കത്തിലാണ് വഫാത്തായത്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കണേ അല്ല. അതുപോലെ ഞങ്ങളുടെ നാടുകളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ബന്ധപ്പെട്ടവരിൽ മരിച്ചുപോയ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരുടെയൊക്കെ ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ല. അവർക്ക് ഖബർ നീ സ്വർഗമാക്കണേ അല്ല. അള്ളാഹു ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് എന്റെ രോഗങ്ങളും ഞങ്ങളെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി തരണേ അല്ല. ഇവിടെ എന്തൊക്കെ നന്മകൾ, ആരൊക്കെ ഖൈറുകൾ ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ടോ, ആരൊക്കെ ഇതിന് പ്രവർത്തിച്ചിട്ടുണ്ടോ, ഇതിന് മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുന്ന കമ്മിറ്റിയും അതുപോലെ ഇതിന് വേണ്ടതൊക്കെ ചെയ്യുന്ന ഇവിടെ വന്നവരും അതുപോലെ ഇതിനോട് ബന്ധപ്പെടുന്ന ഇതിനോട് സഹകരിച്ച് എല്ലാവർക്കും വലിയ ബർക്കത്തും ഉസ്താദിന്റെ കുരുത്തവും പൊരുത്തവും നീ അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ല. അർഹരായതുകൊണ്ട് സ്റ്റേജിൽ കയറി നിന്നതല്ല. അള്ളാഹുവെ നിന്റെ ഔലിയാക്കളുള്ള സ്നേഹവും അതുപോലുള്ള ദീനിന്റെ സദസ്സിനോടുള്ള കടമയും ഓർത്തുകൊണ്ട് ഉള്ള അറിവ് പറഞ്ഞത് നീ സ്വീകരിക്കണേ അല്ല. പടച്ചവനെ അതുകൊണ്ട് ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ ഫലം നൽകണേ അല്ല. പടച്ചവനെ ഞങ്ങൾ ഉസ്താദുമാർക്ക് ദീർഘായുസ് നൽകണേ അല്ല. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.